നമസ്കാരം. മറ്റു മനുഷ്യരുടെ ശബ്ദങ്ങളും അവരുടെ സാന്നിധ്യവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ജീവിതത്തിലെ ആഹ്ലാദം. ഇന്നത്തെ വിശിഷ്ട വ്യക്തിയായ KR മീര മാമിന്റെ ഏറ്റവും പ്രസിദ്ധമായ ആരാച്ചർ എന്ന കൃതിയിലെ വരികൾ കൊണ്ട് തന്നെ തുടങ്ങട്ടെ. നമസ്കാരം. SNM BEd ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബിന്റെയും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ വ്യാഴാഴ്ചയും സംഘടിപ്പിക്കുന്ന പുസ്തക നിരൂപണ പരിപാടിയാണ് വ്യാഴാഴ്ച വായനാഴ്ച. വായിച്ചവർക്ക് വായനയുടെ ഉൾക്കാഴ്ചകൾ തുറന്നു കാണിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും വായിക്കാത്തവർക്ക് ഇനി വായിക്കാനുള്ള പ്രചോദനം നൽകുക എന്നതുമാണ് ഈ വേദി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വേദിയെ മനോഹരമാക്കുന്നത് മലയാളത്തിന്റെ സമകാലിക ശബ്ദമായ KR മീര മാമാണ്. പരിപാടിയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നതിനായി 1ാം വർഷ BEd നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥിനിയായ ഷഫ്നയെ സ്വാഗതം ചെയ്യുന്നു. വായന കാലത്തെയും സ്ഥലത്തെയും മറികടന്ന് നമ്മെ അനന്തലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അത്ഭുത വാതായനമാണ്. ഒരു പുസ്തകം മനസ്സിനെ തീർത്തും മാറ്റിമറിക്കുന്ന, ചിന്തയെ വളർത്തുന്ന ഒരു സുഹൃത്താണ്. ഓരോ വ്യാഴാഴ്ചയും നമ്മൾ ഒരുമിച്ച് പുതിയ ഒരു പുസ്തകത്തിന്റെ ലോകത്തേക്ക് കടന്നു ചെല്ലുന്നു. ഈ പരിപാടിയിലേക്ക് സ്വാഗതമർപ്പിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ആദ്യമായി തന്നെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മാമിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ കോർഡിനേറ്റേഴ്സായ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഷീര മാമിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വേളയിൽ നമ്മോടൊപ്പമുള്ളത് KR മീര മാമാണ്. മലയാള സാഹിത്യത്തിന്റെ സമകാലിക മുഖമായി തിളങ്ങുന്ന അതുല്യമായ രചനകളിലൂടെ അനേകായിരം ഹൃദയങ്ങളെ സ്പർശിച്ച മാമിനെ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലിറ്റററി ക്ലബ് ആൻഡ് ലൈബ്രറി റീഡേഴ്സ് ഫോറം പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ സ്റ്റുഡന്റ് കോർഡിനേറ്റർ അക്ഷയ TS-നെയും ഇന്നത്തെ പരിപാടിയുടെ മോഡറേറ്ററായ കാവ്യയെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ പ്രണയവും എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന 1ാം വർഷ BEd നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥിനി ആർച്ചയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സാഹിത്യയാത്രയിൽ പങ്കാളികളാവാൻ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റെല്ലാ പ്രഗത്ഭ അതിഥികൾക്കും സഹപാഠികൾക്കും സ്വാഗതമർപ്പിക്കുന്നു. വായനയുടെ മഹത്വവും സാഹിത്യത്തിന്റെ സൗന്ദര്യവും ആഘോഷിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഷഫ്ന. KR മീര മാമിന്റെ എല്ലാവിധ പ്രണയവും എന്ന നോവലിന്റെ നിരൂപണത്തിനായി 1ാം വർഷ BEd നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥിനി ആർച്ചയെ ക്ഷണിക്കുന്നു. താങ്ക് യു കാവ്യ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, മീര മാമിന്റെ സാന്നിധ്യത്തിൽ പുസ്തക നിരൂപണം നടത്തുവാനായി ഈ ഗൂഗിൾ മീറ്റ് വേദിയായതിലൂടെ ഒരുപാട് സന്തോഷം നിറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. കേരളത്തിലെ സമകാലിക സാഹിത്യ ലോകത്ത് സ്വതന്ത്രമായ ശൈലിയും കടന്നുപോകുന്ന വാക്കുകളുടെ തിളക്കവും കഥാപാത്രങ്ങളുടെ മനഃശാസ്ത്രത്തിലെ ആഴത്തിലുള്ള തിരയലും കൊണ്ട് വായനക്കാരുടെ മനസ്സിൽ അപ്രത്യക്ഷമാകാത്ത അടയാളം കുറിച്ച എഴുത്തുകാരിയാണ് KR മീര. മീര മാമിന്റെ കഥകൾ ഐതിഹ്യങ്ങളിൽ നിന്നോ സങ്കല്പങ്ങളിൽ നിന്നോ അല്ല, ജീവിതത്തിന്റെ പൊടിയും വേദനയും വഹിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ എത്തുന്ന ആളുകളുടെ അനുഭവങ്ങളായി പലപ്പോഴും നമുക്ക് തോന്നും. KR മീര എന്ന എഴുത്തുകാരിയെ പറ്റി പറയുമ്പോൾ മാമിന്റെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആരാച്ചാറാണ് എല്ലാവരും ഒന്നടങ്കം ഓർക്കുക. ശക്തമായ പ്രമേയവും മികച്ച ഒരു ദൃശ്യാനുഭവവും കോട്ടിണങ്ങിയ ഒരു അപൂർവ സൃഷ്ടി തന്നെയാണ് ആരാച്ചാർ. മറ്റാരുടെയും ആഖ്യാന ശൈലിയുടെ നിഴൽ വീഴാത്ത കഥാകഥന തന്ത്രം എന്ന രീതിയിലും വായനക്കാർ ചെലുത്തിയ സ്വാധീനം കഥ എഴുതുവാനായി മീര മാം കണ്ടുമുട്ടിയ ചില സ്ത്രീകളുടെ ജീവിതാനുഭവങ്ങളാണ് പ്രചോദനമായതെന്ന് കേട്ടിട്ടുണ്ട്. പത്രപ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് മാം കണ്ടുമുട്ടിയ ഒരു വൃദ്ധയും മനസ്സിൽ തങ്ങി നിന്നതുമായി കേട്ടിട്ടുണ്ട്. മകന്റെ ഭാര്യയോട് വൃദ്ധ പങ്കുവയ്ക്കുന്ന 9 വയസ്സ് തൊട്ടുള്ള തന്റെ പ്രതിഭയും പഠനവും ഒക്കെ കലർത്തി എടുത്ത ജീവിതം മാറ്റത്തിന്റെ ദിശയിലേക്ക് സഞ്ചരിച്ചതായി പങ്കുവയ്ക്കുന്നു. എന്നാൽ
ജീവിതത്തിനിടയിൽ ഒട്ടുമിക്ക സ്ത്രീകളും കടന്നു പോകുന്ന വഴികൾ, പിന്നിട്ട വൃദ്ധ അനുഭവിച്ച കാര്യങ്ങൾ എല്ലാ സ്ത്രീകളുടെയും അനുഭവമായാണ് പുതുതലമുറയിലെ പെൺകുട്ടിക്ക് മനസ്സിലായത്. എല്ലാ തലമുറയിലെയും പെണ്ണ് സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു മികച്ച കഥയായിരുന്നു അത്. അതിനെ മാമിന്റെ ഭാഷയുടെ സാന്ദ്രതയും കരുത്തും നിറഞ്ഞ രചനാരീതി നന്നായി ആകർഷിച്ചിരുന്നു. എല്ലാവിധ പ്രണയവും എന്ന ഈ നോവലിലേക്ക് തിരിച്ചു വരുമ്പോൾ മാം വളരെ ലൈറ്റ് ആയ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എല്ലാവിധ പ്രണയവും എന്ന കൃതിയിലെ കഥയും ശബ്ദവും പ്രണയത്തെ വിവിധ വികാര വ്യത്യാസങ്ങളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രണയത്തിന്റെ അർത്ഥം പഠിപ്പിക്കുന്ന ഒരു സാഹിത്യാനുഭവമാണ് ഈ നോവൽ. എന്റെ ഉയിര് ഉരുകി, ഉടലാകട്ടെ വസന്തർത്തുവിൽ ഏഴിലം പാല പോലെ മതിച്ചു പൂത്തു. കാതിനുള്ളിൽ ഒരു കുയിൽ കുഹൂരവം മുഴക്കി. എന്റെ കാതടഞ്ഞു. എന്റെ ആനന്ദം എന്നെ തന്നെ മത്തുപിടിപ്പിച്ചു. അയാൾ നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നോക്കിയാൽ സ്വപ്നം മുറിഞ്ഞാലോ എന്ന് ഭയന്നു. ഞാൻ സൂര്യകൊണ്ടിന്റെ കൈവരിക്ക് അടുത്തേക്ക് ചെന്നു. അങ്ങനെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ മഴവില്ലുകൾ കണ്ടു. തെറിക്കുന്ന ഓരോ തുള്ളിയിലും പേടി തോന്നുന്നത്ര മഴവില്ലുകൾ. പുറത്ത് ഹേമന്തവും അകത്ത് വസന്തവുമായി എന്റെ പ്രജ്ഞ ആടിയുലഞ്ഞു. എല്ലാവിധ പ്രണയവും എന്ന KR മീര മാമിന്റെ പ്രണയ നോവൽ മറ്റൊന്നിനു വേണ്ടിയും പകരം വയ്ക്കാനാവാത്ത തീവ്ര പ്രണയത്തിന്റെ നിറക്കൂട്ടിൽ അലിഞ്ഞു ചേർന്ന ഹൃദയസ്പർശിയായ നോവൽ ആണെന്ന് വിശേഷിപ്പിക്കാം. DC ബുക്സ് ആണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ വർഷം ഫെബ്രുവരി 10 പ്രസിദ്ധീകരിച്ചത്. 7 അധ്യായങ്ങളാണ് നോവൽ ഉൾപ്പെടുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനം കവരുന്ന തരത്തിലുള്ള മുഖചിത്രമാണ് നോവലിൻ്റെത്. നോവൽ മുഴുവനായും വായിക്കുമ്പോൾ എന്തുകൊണ്ടും അനിവാര്യമായ മുഖചിത്രമാണ് നോവലിന് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒറ്റ ഇരിപ്പിന് തന്നെ ആകാംക്ഷയോടെ വായിച്ചു തീർന്ന രസകരമായ ഒരു ചെറു നോവലാണിത്. ഫിക്ഷൻ വിഭാഗത്തിൽ പെടുന്ന നോവലാണ്. കപില, തുഷാർ ഇവരുടെ കഥയാണ് നോവലിൽ പ്രതിപാദിക്കുന്നത്. ഇവരെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടാണ് മീര മാം അവതരിപ്പിച്ചിരിക്കുന്നത്. കപിലയിലൂടെയാണ് നാം ഈ നോവൽ വായിക്കുന്നത്. കപിലയുടെ കൂടെ തന്നെ നാം സഞ്ചരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുവാൻ തീർച്ചയായും ഈ നോവലിന് സാധിച്ചിട്ടുണ്ട്. കപിലയുടെയും തുഷാറിന്റെയും ജീവിതത്തെ പറ്റിയും കാഴ്ചപ്പാടുകളെ പറ്റിയും അവർക്ക് ചുറ്റിനുമുള്ള ആളുകൾ അവരെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിരുന്നു എന്നതിനെ പറ്റിയും നോവൽ സംസാരിക്കുന്നു. കൂടാതെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് രണ്ടുപേരും ഇപ്പോൾ എത്തി നിൽക്കുന്ന മേഖലകൾ കരസ്ഥമാക്കിയതെന്നും വ്യക്തമാകുന്നു. വളരെ ലളിതമായിട്ടാണ് പുസ്തകം നമുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ അനായാസം വായിച്ചു തീർക്കാൻ സാധിക്കുന്നു. എന്നാൽ കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിൽ തങ്ങി നിർത്തുന്ന രീതിയിലാണ് KR മാം പുസ്തകം അവതരിപ്പിച്ചത്. വായനക്കാരന്റെ മനസ്സിൽ പിന്നെയും തങ്ങി നിർത്തും എന്ന് ഉറപ്പോടെയാണ് കഥാപാത്രങ്ങളെ മികവോടെ സൃഷ്ടിക്കാൻ മീര മാമിന് ഈ പുസ്തകത്തിലൂടെ സാധിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് നോവലിന്റെ പശ്ചാത്തല വിവരണം. കപിലയും തുഷാറും ജീവിച്ചു വളർന്ന സ്ഥലങ്ങളെ അത്ര മനോഹരമായി നോവലിലൂടെ മീര മാം വിവരിച്ചിട്ടുണ്ട്. പ്രണയാധിക്യമായിരുന്നു എന്റെ വ്യാധി. എന്റെ ഉള്ളിൽ ഒരാളുടെ മാത്രം ഓർമ്മകൾ പ്രണയമായി ഉരുൾ പൊട്ടിക്കൊണ്ടിരുന്നു. എനിക്ക് അയാളെ പ്രണയിച്ച് മതി വന്നില്ല. കപില എന്ന കഥാപാത്രം പ്രണയത്തിന് തന്റെ ജീവിതത്തിൽ വലിയ സ്ഥാനം കൊടുക്കുകയും
പ്രണയത്തിനു വേണ്ടി ദാഹിക്കുന്നതായും ഈ വരികളിലൂടെ തോന്നിക്കുന്നു. പ്രണയത്തെക്കുറിച്ച് കപില ഇപ്രകാരം നിർവചിക്കുന്നതായി കാണാം. നിങ്ങളെ ഒരു മഞ്ഞിൻ കണമാക്കി അതിൽ മഴവില്ലിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് പ്രണയം. കാൽപ്പനികമായ ഒരു നിർവചനമാണ് കപില എന്ന കഥാപാത്രം നടത്തിയിരിക്കുന്നത്. താൻ പിന്നിട്ട വഴികളുടെയും അനുഭവത്തിന്റെയും വെളിച്ചത്തിലൂടെയായിരുന്നു അത്. എന്തുകൊണ്ടാണ് കപില പ്രണയത്തിനു വേണ്ടി ഇത്രമാത്രം മോഹിക്കുന്നത് എന്ന് നോവൽ മുന്നോട്ട് വായിക്കുവാനായി വായനക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണത്. കപിലയുടെ ആ ആഗ്രഹവും മോഹവും എന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ഈ ഒരു നോവൽ വായിക്കുമ്പോൾ തുടർന്നും ആലോചിക്കുന്നു. നഷ്ടപ്രണയത്തിന്റെ വിരഹം അവരെ അലട്ടുന്നതായി നമുക്കും അനുഭവിക്കാൻ കഴിയും. എപ്പോഴായിരിക്കും, എന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചത് എന്ന തോന്നൽ നമ്മളിൽ ഉണ്ടാക്കുന്നു. തുഷാർ എന്ന വ്യക്തിയിൽ നിന്നും കപില ഒരു യാത്ര പോലും പറയാതെ മറഞ്ഞതിലുള്ള വിഷമം അവരെ വല്ലാതെ തളർത്തിയിരുന്നു. കപില പ്രണയിക്കാൻ ശ്രമിക്കുന്ന ആരുമായും മറ്റൊരു തുഷാറിനെ കാണുവാനോ കണ്ടെത്തുവാനോ കഴിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു അവരുടെ പരിഭവം. കപില തന്റെ വിരഹത്തോട് മല്ലടിക്കുമ്പോൾ തന്റെ മാനസികാരോഗ്യം വീണ്ടെടുക്കുവാനായി തെറപ്പിസ്റ്റിനെ കാണുന്നുണ്ട്. അവിടെ തെറപ്പിസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്നു, അയാളുടെ ഒരു ക്ലോണാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല. ഇതിലൂടെ തെറപ്പിസ്റ്റ് ജീവിതത്തെ നമ്മളോട് എല്ലാവരോടും, നമുക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഒരാളെ തന്നെ ചിലപ്പോൾ ഓർത്തു പോകുന്ന നിമിഷങ്ങളും ഉണ്ടാവും. പക്ഷെ ജീവിതത്തിൽ മൂവ് ഓൺ ചെയ്യേണ്ടത് എത്രമാത്രം അനിവാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന കാര്യവും ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാതെ മറക്കുവാൻ കഴിയാത്ത ഒരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കാതെ അവരെക്കുറിച്ച് തിരയാനുള്ള നിർദ്ദേശവും തെറപ്പിസ്റ്റ് കപിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാരണം മനുഷ്യരെ മാത്രമല്ല, കപില പറയുമ്പോൾ എങ്ങനെയാണ് തിരിച്ചു നിന്ന ഒരു സ്ഥാപനം പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലും മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും പൊലിഞ്ഞു പോകുന്നതെന്ന് മനസ്സിലാകുന്നു. ഈ നോവലിലൂടെ കപില തന്റെ ഉള്ളിലുള്ള പ്രണയത്തെ എങ്ങനെ കണ്ടെത്തിയെന്നും എങ്ങനെ ആ പ്രണയത്തെ ആസ്വദിച്ചിരുന്നു എന്നും പരാമർശിക്കുന്നുണ്ട്. തന്റെ നഷ്ടപ്രണയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർത്തുപോയി ജീവിക്കുന്ന കപിലയെയും അവളുടെ യാത്രയും ഓർമ്മകളിലൂടെയുള്ള സഞ്ചാരവും ഈ നോവലിലൂടെ അറിയുവാൻ സാധിക്കുന്നു. ആ യാത്രയിൽ തുഷാറിനെ കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്നതിലാണ് നോവൽ അവസാനിക്കുന്നത്. തീർച്ചയായും വായനക്കാരെ മുന്നോട്ട് വായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റയ്ക്കാണെന്ന തോന്നലാണ് സന്യാസത്തിന് പ്രേരണയെങ്കിൽ ഞാനും അത് ചെയ്യേണ്ടതാണ് എന്ന് കപില പറയുന്നു. ആ വാക്കുകൾ പറയുന്നതെങ്കിലും കപില തന്റെ ഭൂരിഭാഗം ജീവിതം ഒറ്റപ്പെടൽ ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടലിന്റെ വേദന എത്രമാത്രം ഉണ്ടെന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവഗണിക്കപ്പെട്ടു പോയ ബാല്യകാലമുള്ള രണ്ട് വ്യക്തികൾ, അവർ നേരിട്ട തിക്താനുഭവങ്ങൾ, ഉയർന്നു വരുന്നതിലുള്ള പരിശ്രമങ്ങൾ എല്ലാം ഈ നോവലിൽ പ്രതിഫലിക്കുന്നുണ്ട്. നോവലിൽ കപില നേരിടുന്ന ജാതീയമായ അധിക്ഷേപത്തെ പറ്റി വളരെ സൗമ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് വായനക്കാർക്ക് ഒരു പൊള്ളുന്ന അനുഭവമായി നോവൽ വായിക്കുമ്പോൾ മനസ്സിലാകും. കപിലയുടെ അമ്മ എന്ന കഥാപാത്രവും നോവലിന്റെ അവിഭാജ്യ കഥാപാത്രമാണ്. എങ്ങനെയാണ് വിധവയായ ഒരു സ്ത്രീ നമ്മുടെ ഈ സമൂഹത്തിൽ തന്റെ മക്കളെ വളർത്തി ഒരു നിലയിൽ എത്തിക്കുവാൻ പരിശ്രമിക്കുന്നതെന്നും പോരാടുന്നതെന്നും അതിന്റെ ഭാഗമായി നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളും അരക്ഷിതാവസ്ഥകളും ഒക്കെ ഈ നോവലിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യത്തിൽ ഒറ്റയ്ക്കായി പോയ കപിലയും അമ്മയും
കപിലയുടെ അമ്മയുടെ കഷ്ടപ്പാടിന്റെ ഫലമായി ഉയർന്നു വരുമ്പോൾ പിന്നിട്ട വഴികളും തന്റെ അമ്മയെയും വേദനയോടെ കപില ഓർക്കുന്നുണ്ട്. 3 വയസ്സിന് ശേഷം ഞാൻ ഒരിക്കലും ഓക്കെ ആയിരുന്നില്ല എന്ന് തുഷാർ നോവലിൽ പറയുന്നുണ്ട്. ചെറുപ്പകാലത്തിൽ മാനസിക ശാരീരിക വളർച്ചയുടെ ആരംഭത്തിൽ തുഷാർ നേരിടേണ്ടി വന്ന മാനസിക ആഘാതത്തെക്കുറിച്ചും നോവൽ പ്രമേയമാക്കുന്നു. ആ പ്രയാസം ജീവിതത്തിൽ ഉടനീളം എങ്ങനെ ആ വ്യക്തിയെ അലട്ടിയെന്നും സൂചിപ്പിക്കുന്നു. നിനക്കധികം പ്രായമായിട്ടില്ല, മനുഷ്യരെ അധികം കണ്ടിട്ടില്ല, എല്ലാ മനുഷ്യർക്കും ഒരുപാട് പുറംതോലുകളുണ്ട്, നിനക്കും ഉണ്ടാകും. സ്വയം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ തോടും ഇളക്കി ഇളക്കി ചെല്ലുമ്പോൾ ഒരു അറ കാണാം. അതിനുള്ളിൽ ഉണങ്ങാത്ത ഒരു മുറിവുമായി, ദേഹാസകലം മുറിവുമായി ഒരു കുട്ടിയെ കാണാം. നിന്റെ തന്നെ ഒരു കുട്ടിക്കാലം. ഇത്തരത്തിൽ ഈ തുഷാർ കപിലയോട് സംസാരിക്കുമ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന വിഷയം അത് ശരിയായി നോവലിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഗോമുഖ് ഹിമാലയം പശ്ചാത്തലമാക്കിയുള്ള ഇവരുടെ പ്രയാണത്തിൽ മഞ്ഞ ദേവദാരു ഗോമുഖ് ഹിമാലയം പശ്ചാത്തലമാക്കിയുള്ള ഇവരുടെ പ്രയാണത്തിൽ മഞ്ഞ് ദേവദാരു പൈൻ മരങ്ങൾ, വഴിയിൽ ഉടനീളമുള്ള ഉരുളൻ കല്ലുകൾ കൂടാതെ പേജുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ അവരുടെ ഹിമാലയൻ യാത്രയിൽ വായനക്കാരെയും കൂടെ ഒപ്പം കൂട്ടിക്കൊണ്ടു പോകുന്ന ഒന്നാണ്. ഒരു നിമിഷമെങ്കിലും അവിടെ പോയി ഹിമാലയ സാനുവിനെയും നോവലിൽ പ്രതിപാദിച്ചിട്ടുള്ള മറ്റു സ്ഥലങ്ങളുമൊക്കെ കാണുവാനും അവ നമ്മളിൽ ഉണർത്തുന്ന സന്തോഷവും അനുഭൂതിയും അറിയുവാൻ തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്രയും മനോഹരമായിട്ടാണ് സ്ഥലങ്ങളെ ഈ നോവലിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്നേഹത്തിന്റെ എല്ലാ നിറങ്ങളും ഉണ്ട് ഈ നോവലിൽ. മൃദുവായതും കഠിനമായതും വേദനാപൂരിതമായതും ആയിട്ടുള്ള സ്നേഹം. കാളിദാസന്റെ ശാകുന്തളാഖ്യാനവും നോവലിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ നോവൽ തീവ്രമായ പ്രണയത്തെ ഭാവനാത്മകമായി ചിത്രീകരിച്ചിട്ടുണ്ട്. വായനക്കാരുടെ ഇടയിൽ പ്രത്യേകത നിറഞ്ഞ ഒരു തണുപ്പ് സൃഷ്ടിക്കുവാൻ ഈ നോവലിന് സാധിക്കുന്നുണ്ട്. ഒരു വ്യത്യസ്തമായ പ്രണയാനുഭവമാണ് ഈ നോവൽ വായനക്കാർക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രണയം എന്ന വികാരത്തെ മുന്നിട്ട് നിർത്തുന്ന നോവൽ എന്ന നിലയിൽ വ്യത്യസ്തമായ ഒരു വായനാനുഭവം വായനക്കാർക്ക് നൽകും എന്നതിൽ ഒരു സംശയവുമില്ല. അതിനാൽ എല്ലാവരും സമയം കിട്ടുമ്പോൾ തീർച്ചയായും ഈ നോവൽ വായിക്കണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു അർച്ച. സ്വതന്ത്ര പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായ KR മീര 1970 കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് ജനിച്ചത്. 1993 മുതൽ 2006 വരെ മലയാളം മനോരമ പത്രപ്രവർത്തകയായിരുന്നു. 2001 മുതൽ കഥകൾ എഴുതുന്നു. ആവേ മരിയ എന്ന ചെറുകഥ 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായി. ആരാച്ചർ എന്ന കൃതി എന്ന നോവൽ പ്രേക്ഷക പ്രസിദ്ധി നേടിയ നോവലാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് ലഭിക്കുകയുണ്ടായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, ഘാതകൻ, ഓർമ്മയുടെ ഞരമ്പ്, മോഹമഞ്ഞ, ഗബർ എന്നിവയാണ് പ്രധാന കൃതികൾ. KR മീര മാമിന്റെ ഏറ്റവും പുതിയ നോവലായ എല്ലാവിധ പ്രണയവും എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാനും നിരൂപണത്തിന്റെ ചർച്ചയ്ക്കുമായി KR മീര മാമിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സൂം മീറ്റിംഗിലേക്ക് എന്നെ വിളിച്ചതിൽ വളരെ നന്ദി. ഞാൻ ഒരു ട്രീറ്റ്മെന്റിനിടയിലായതുകൊണ്ട് ആണ് എനിക്ക് ഇന്റർനെറ്റിന്റെ ഒരു ചെറിയ പ്രശ്നവും ഉള്ളതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ഈ പുസ്തകം പ്രത്യേകിച്ചും എൻ്റെ ഏറ്റവും ഒടുവിലിറങ്ങിയ പുസ്തകം അതാണ് എന്ന് പറയാം, എല്ലാവിധ പ്രണയവും. അതില് അത് തന്നെ നിങ്ങൾ ചർച്ചയ്ക്ക് എടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇത് നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. ഈ ഒരു മീറ്റിംഗിലേക്ക് എന്നെ വിളിച്ച ടീച്ചറിന്, ആരതി എന്ന ടീച്ചറിന് വളരെ നന്ദിയുണ്ട്. ആദ്യം നന്ദി പറയുന്നു. പിന്നെ
ഇവിടെ എഴുത്തനുഭവങ്ങൾ പങ്കുവച്ച അല്ല സോറി മോഡറേറ്ററായ കാവ്യയ്ക്കും പുസ്തക നിരൂപണം നിർവഹിച്ച ആർച്ചയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ പുസ്തകം ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എഴുതിയതാണ് സത്യത്തിൽ. അത് വളരെ കാലം മുമ്പ് DC ബുക്സിന് വേണ്ടിയിട്ട് എഴുതാമെന്ന് സമ്മതിച്ചതും അത് വാലന്റൈൻസ് ഡേക്ക് പ്രകാശിപ്പിക്കാമെന്ന് സമ്മതിച്ചതും, പക്ഷെ ആ സമയത്തും ഞാൻ അതിന് മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന ഒരു പുസ്തകം എഴുതി തുടരുകയായിരുന്നതിനാൽ വളരെ പെട്ടെന്ന് അതിനിടയിൽ എഴുതേണ്ടി വന്നതും ഒക്കെ ആയ ഒരു പുസ്തകമാണ്. ഒരു പ്രണയകഥ ഈ പ്രായത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു എന്ന് പറയാൻ എനിക്ക് അതൊരു സന്തോഷമുണ്ട്. ഇന്നത്തെ കാലത്തെ ഈ പുതിയ തലമുറ എങ്ങനെയാണ് പ്രണയത്തെ കാണുന്നത്, അവരെങ്ങനെയാണ് ബന്ധങ്ങളെ കാണുന്നത് എന്ന് അകലെ നിന്നും അടുത്തു നിന്നും നിരീക്ഷിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ കാലത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കുമായിരുന്നു ആ യാത്ര എന്നൊരു പരിശോധന കൂടിയായിരുന്നു ആ പുസ്തകം. അതിന് അങ്ങനെ ഒരു പ്രണയത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിൽ വന്നത് ഹിമാലയത്തിന്റെ ദൃശ്യമായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കൽ ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ ഗംഗോത്രിയും പരിസരവും ഒക്കെ കാണാൻ ഇടയായിട്ടുണ്ട്. അത് വളരെ രസകരമായ ഒരു കഥയാണ്. പക്ഷേ ഈ പ്രായത്തിൽ ഇനിയും ഈ പ്രായത്തിൽ ആ പ്രായത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ, അഥവാ ഈ കാലത്തേക്ക് എൻ്റെ ആ പ്രായം തിരിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും എൻ്റെ പ്രണയം എന്ന ചോദ്യത്തിന് ഉത്തരമായി മനസ്സിൽ നിറഞ്ഞത് ഞാൻ അന്ന് യാത്ര ചെയ്ത ഹിമാലയ പർവ്വതത്തിന്റെ ഗംഗോത്രി മുതൽ ഉള്ള ആ യാത്രയുടെ ദൃശ്യങ്ങളാണെന്നുള്ളതാണ് സത്യത്തിൽ ഗംഗോത്രി ഈ ഒരു പുസ്തകത്തിന് പശ്ചാത്തലമായി സ്വീകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതിലുടനീളം കാളിദാസന്റെ കൃതികളുടെ ഓർമ്മയുണ്ട്. പ്രണയത്തെപ്പറ്റി പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു പുതിയ തരം പ്രണയം, ഒരു പുതിയ തരം മനുഷ്യർക്കിടയിലെ ബന്ധം ഒക്കെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ തീർച്ചയായും അത് യാഥാർത്ഥ്യത്തിന്റെ തലത്തിൽ നിന്ന് ഹിമാലയ ദൃശ്യങ്ങളുടെ അല്ലെങ്കിൽ ഹിമാലയ അനുഭവങ്ങളുടെ ഒരു മാസ്മരികമായ ഒരു തലത്തിലേക്ക് അത് പോകുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രായത്തിലുള്ള വായനക്കാർ അതിനെ ഈ വിധത്തിൽ വായിച്ചു കാണുമ്പോൾ വളരെ സന്തോഷവുമുണ്ട്. ഇത് കൂടുതൽ എന്താ പറയേണ്ടതെന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവിധ പ്രണയവും ബഹുധാ പരീക്ഷിച്ചല്ലാതെ ചെയ്യരുത് എന്ന കാളിദാസ അതിന്റെ തർജ്ജമയാണ്, കാളിദാസന്റെ വചനത്തിന്റെ തർജ്ജമയാണത്. ശാകുന്തളത്തിന്റെ ഒരു എന്താ പറയണ്ട, പുതിയ കാലത്തെ ഒരു പുനർവ്യാഖ്യാനമായിട്ട് കൂടെ ഞാൻ ആ പുസ്തകത്തിൽ പ്രണയത്തെ വരച്ചിടാൻ ശ്രമിച്ചു. അത് തീർത്തും വിഫലമായില്ല എന്ന് തോന്നുന്നു നിങ്ങളുടെ സംഭാഷണം കേൾക്കുമ്പോൾ. അതിൽ വളരെ സന്തോഷമുണ്ട്. എഴുത്തുകാരി എന്ന നിലയിൽ എപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കുന്ന ഒരു ഘടകം എന്നത് മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത വിധം മനുഷ്യാവസ്ഥകളെ എങ്ങനെ വരച്ചിടാം, അതിനെ എങ്ങനെ പരിശോധിക്കാം, അഥവാ എങ്ങനെ ആഖ്യാനം ചെയ്യാം എന്നുള്ളതാണ്. അതങ്ങനെ എളുപ്പമൊന്നുമല്ല. ആദ്യം ഒന്ന് രണ്ട് എല്ലാവർക്കും ഒരു കഥ എഴുതാൻ പറ്റുമെന്നും എല്ലാവർക്കും ഒരു 4-5 കഥയെങ്കിലും എഴുതാൻ പറ്റുമെന്നും ഒക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അനുഭവങ്ങളുടെ, നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞ ക്രാഫ്റ്റിന്റെ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഒക്കെ ഒരു പുതുമ പോകാതെ പിന്നൊരു കഥ കൂടി എഴുതുക എന്ന് പറയുന്നത് ഈ പ്രായത്തിലൊരു വെല്ലുവിളിയാണ്, ഈ കാലത്തൊരു വെല്ലുവിളിയാണ്. കാരണം വളരെ സമർത്ഥരായ വളരെ പ്രതിഭയുള്ള ഒരുപാട് പുതിയ എഴുത്തുകാരികൾ ഒക്കെ സജീവമായി നിൽക്കുന്ന ഒരു കാലത്ത് പ്രത്യേകിച്ചും
പ്രണയം യുവത്വത്തിന്റെ ഒരു ഒരു കുത്തക അവകാശമായതുകൊണ്ട് പ്രണയത്തെ പറ്റി എഴുതുമ്പോൾ അത് തീർത്തും വ്യത്യസ്തവും അതേസമയം പുതുമയുള്ളതാകുക വേണമെന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഒട്ടും എളുപ്പമായിരുന്നില്ല ആ പുസ്തകം എഴുതുന്നതെന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. ഞാൻ വളരെ എളുപ്പത്തിൽ എഴുതി തീർത്തൊരു പുസ്തകമാണ് ആയിരുന്നെങ്കിൽ കൂടി. എനിക്ക് ശരിക്കും ഇന്നത്തെ കാലത്തെ പ്രണയത്തോടും ഇക്കാലത്തെ എല്ലാ പ്രണയങ്ങളോടും അല്ല, എങ്കിലും ഇന്നത്തെ കാലത്ത് പൊതുവെ യുവാക്കൾ തമ്മിലുള്ള ഒരു പൊരുത്തത്തോടും അവർ പരസ്പരം കാണുന്ന വിധത്തോടും ഒക്കെ വളരെ ആദരവും അസൂയവും തോന്നാറുണ്ട്. ഞങ്ങളുടെ തലമുറയെ അപേക്ഷിച്ച് കുറച്ചുകൂടി ജീവിതത്തെ വിശാലമായി കാണുന്നവരും ലോകത്തിന്റെ ഗതിമാറ്റങ്ങൾ അനുസരിച്ച് സ്വയം മെച്ചപ്പെടുത്താനും സ്വയം നവീകരിക്കാനും ഒക്കെ തയ്യാറുള്ളവരുമായി ഒരുപാട് യുവാക്കളെ കാണുന്നു എന്നതുകൊണ്ട് അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു അസൂയയാണ്, ഒരു നഷ്ടബോധമാണ്. നിങ്ങളുടെ ഒരു കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നത്, അന്ന് പ്രേമിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നത്, അല്ലെങ്കിൽ ഇന്ന് പ്രേമിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നത്. എല്ലാവിധ പ്രണയം മാത്രമല്ല, ഒരുപക്ഷെ പ്രണയം എന്നത് പ്രണയം ഒരു വലിയ ഫാന്റസിയായി മുന്നിൽ നിൽക്കെ എന്താണ് പ്രണയം എന്ന ഒരു അന്വേഷണത്തിനുള്ള പല പല ശ്രമങ്ങളിൽ ഒന്നുകൂടിയാണ്. ഒരിക്കൽ കൂടി ഞാനത് ശ്രമിക്കുകയാണ് എന്നും വേണമെങ്കിൽ പറയാം. ഇതിൽ കൂടുതൽ എന്താണ് ഈ പുസ്തകത്തെ പറ്റി പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. ഗുഡ് ഈവനിങ് മാം. ആർച്ചയാണ്. ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം കേൾക്കാൻ പറ്റിയോന്ന് എനിക്കറിയില്ല. മാമിനോട് ചോദിക്കാനുള്ളത് കേൾക്കാൻ പറ്റും മാം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, മാമിന്റെ എല്ലാ പുസ്തകത്തിലും മികച്ചൊരു ദൃശ്യാനുഭവം നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അപ്പോ പോകുന്ന സ്ഥലങ്ങൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ? കാണുന്ന ആളുകള്, സംസാരിക്കുന്ന ആളുകള്, അവരുടെ ഇൻഫ്ലുവൻസ് വരരുതെന്ന് വിചാരിക്കാറുണ്ടോ? എങ്ങനെയാണ് ആ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ? ഇത് ഞാൻ ഈ പോകുമ്പോൾ, ഈ സ്ഥലങ്ങളിൽ പോകുമ്പോൾ, എസ്പെഷ്യലി ഹിമാലയം കയറാൻ പോകുന്നത് 2008 ആ കാലത്ത് ഇങ്ങനെ ഒരു കഥ എഴുതുമെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ഇത് കഥയ്ക്ക് ഒരു പശ്ചാത്തലമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ആ പ്രകൃതിയും ആ യാത്രയും അതുപോലെ രസകരവും സംഭവ ബഹുലവും ഒക്കെ ആയിരുന്നത് കൊണ്ട് തീർച്ചയായും ഇത് എന്തെങ്കിലും ഒരു കഥയായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഒരു കഥയാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കഥകൾ എപ്പോഴും എനിക്കൊരു ഇമോഷനായിട്ടും അതിനെ എഴുതാൻ ശ്രമിക്കുമ്പോൾ ദൃശ്യങ്ങളായിട്ടുമാണ് മനസ്സിൽ വരാറുള്ളത്. മിക്കപ്പോഴും ഈ വിഷ്വൽസ് ആയിട്ട് തന്നെയാണ് ഞാൻ ആ കഥയെ കാണാറുള്ളത്. അതുകൊണ്ടായിരിക്കും വിഷ്വൽസ് കൂടുതൽ എൻ്റെ കഥകളിൽ നിൽക്കാറുള്ളത്. പലരും പറയാറുണ്ട് ദൃശ്യാനുഭവം കൂടിയായിട്ട് പലപ്പോഴും എൻ്റെ ചില കഥകൾ മാറുന്നുണ്ട് എന്നുള്ളത്. ആ ദൃശ്യത അല്ലെങ്കിൽ ദൃശ്യ സാധ്യതകൾ കടന്നു വരുന്നത് ഒരുപക്ഷെ അതങ്ങനെയാണ് അത് ഓർമ്മയിൽ പതിയുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം. ആർച്ചയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? തീർച്ചയായും. വളരെ വ്യത്യസ്തമായ ഒരുപാട് ദൃശ്യങ്ങൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് മനസ്സിൽ വരാറുണ്ട്. പലപ്പോഴും അതിൽ നിന്നാണ് കഥകൾ തുടർന്നു പോകാറുള്ളത്. ഈ നേത്രോന്മീലനം എന്ന പുസ്തകത്തില് ഇങ്ങനെ ഇരുട്ടത്ത് നിൽക്കുന്ന ഒരു മരം, അതന്നെ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു വിഷ്വലായിട്ട് അത് വരുന്നത്. ഇരുട്ടത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ മരം. ഒരുപക്ഷെ ഈ കാലത്ത് നമ്മൾ അങ്ങനത്തെ മരങ്ങള് നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്തൊന്നും കാണാറില്ല. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ അത്തരം മരങ്ങൾ ഉണ്ടായിരുന്നു.
അങ്ങനെ മനസ്സിൽ പതിഞ്ഞ മരങ്ങളുടെ ദൃശ്യങ്ങളാണ് നേത്രോന്മീലനം എന്ന പുസ്തകം എഴുതുമ്പോഴൊക്കെയും മനസ്സിലുണ്ടായിരുന്നത്. നിറയെ നരിച്ചീറുകൾ തൂങ്ങിക്കിടക്കുന്ന മരം, നിലാവിൽ ഇങ്ങനെ തിളങ്ങുന്ന ഇലകൾ, ഇതൊക്കെ ഇങ്ങനെ എങ്ങനെയെന്നറിയില്ല, ആ സമയത്ത് ഓർമ്മയിൽ തെളിയുകയാണ് പതിവ്. ഹലോ മാം, ഹീര ടീച്ചറാണ്. ആ, ഒരുപാട് ആ, ആ. സന്തോഷം. എന്തായാലും മാം ജോയിൻ ചെയ്യുന്നു പറഞ്ഞപ്പോ തന്നെ ഒരുപാട് സന്തോഷം. ഹീര ടീച്ചറാണോ എന്നെ അതെ വിളിച്ചത്? അതെ 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 അയ്യോ, മാം. ഞാൻ ആതിരാന്നാണ് കേട്ടത്. സോറി ഓക്കെ, കേട്ടോ. കുഴപ്പമില്ല മാം. എന്തായാലും ഹീര ടീച്ചറിനോട് വളരെ നന്ദിയുണ്ട്. കാരണം അതില് പേരുണ്ടായിരുന്നില്ല. ഓക്കെ മാം, സാരില്ല മാം. ജോയിൻ ചെയ്തപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് എനിക്ക് ഒരുപാട് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. മാത്രല്ല ഈ പുസ്തകം ഈ പറഞ്ഞ പോലെ ഒറ്റയിരിപ്പിന് വായിച്ചു തീർത്തതാണ്. അതിലൊരു ആ, പ്രണയത്തിന്റെ ഈ പറഞ്ഞ തീവ്രമായിട്ടുള്ള ഒരു പ്രണയം എന്നൊക്കെ പറയുന്ന അല്ലേ, ഒരു എന്താ പറയാ, നമുക്ക് താഴെ വെക്കാൻ തോന്നിയില്ല. കയ്യിൽ കിട്ടിയപ്പോ പിന്നെ കുട്ടികൾ ചോദിച്ചിരുന്നു, അപ്പൊ ഞാൻ പറഞ്ഞത് വായിച്ചു തീർന്നിട്ട് ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞു കുട്ടികളോട് പോലും. സന്തോഷം സന്തോഷം. അത്രയും എങ്ങനെയാണ് ഇക്കാലത്ത് പ്രണയിക്കുക എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ. അത് ഭാവനയിലൂടെ അതിന് കൊടുക്കാൻ ശ്രമിച്ച ഒരു ഉത്തരവാണ് ഈ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ മാം, ഒന്ന് ചേർത്തൊന്ന് ചോദിച്ചോട്ടെ മാം, ഇത് എഴുതി തീർക്കാനായിട്ട് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഒറ്റയിരുപ്പിൽ എഴുതി തീർത്ത ഒരു പുസ്തകമായിരുന്നു ഇത്? സത്യത്തിൽ അത് എഴുതി തീർത്തത് ആലോചിക്കുമ്പോൾ വലിയ തമാശയാണ്. കാരണം ആ സമയത്ത് എനിക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമയത്താണ് ഇത് എഴുതി തീർക്കുന്നത്. ആ സോഷ്യൽ ഒരു മീഡിയയിൽ തീവ്രതയൊക്കെ അതിൽ വന്നിട്ടുണ്ടാവില്ലേ മാം? അതിനിടയിലാണ് അത് എഴുതി തീർത്തത്. കുറെ കാലം മുമ്പ് ഓർമ്മയുണ്ടല്ലോ, എഴുത്തുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ കൂടെ എന്നെ ആക്രമിച്ചത്. അപ്പൊ അത് ആ സമയത്ത് എഴുതി തീർത്തതാ. അത് പക്ഷെ അതുകൊണ്ട് തന്നെ അത് എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തിയത്, അതിന് മുമ്പൊരിക്കലും ഇങ്ങനെ ഒരു പുസ്തകം മാർക്കറ്റിൽ എത്തി അതിന്റെ പിറ്റേ ദിവസം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടില്ല. പക്ഷെ അത് സംഭവിച്ച ഒരു പുസ്തകം കൂടെയാണത്. പ്രണയ പുസ്തകങ്ങൾ ഒരിക്കലും അങ്ങനെ അല്ലേ, ഇന്നത്തെ ജനറേഷൻ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു. ഈ ചെറുപ്പക്കാർ എഴുതുന്ന കൂട്ടത്തില് അവരിത് വായിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അംഗീകാരമാണ്. കാരണം ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ പ്രണയത്തെ പറ്റി എഴുതാൻ സർവഥാ യോഗ്യരായ, എന്നേക്കാൾ യോഗ്യതയുള്ള ആളുകളുണ്ടല്ലോ. ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി പ്രണയിക്കാനുള്ളവരും ഒക്കെ. അപ്പോ നമ്മളൊക്കെ ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയ ആളുകളാണോ എന്ന് ഒരു ചോദ്യവും കണ്ടെത്തലും കൂടി, ഒരു പരിശോധനയും കൂടിയായിരുന്നു അത്. മാം, എനിക്ക് തോന്നുന്നത് അതിനൊരു പ്രണയത്തിനൊരു പ്രായപരിധി ഒന്നും ഇല്ലല്ലോ. മാത്രമല്ല അനുഭവത്തിന്റെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് മാമിന്റെ അത്രയും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ആർക്കും ഉണ്ടാവില്ല. അപ്പൊ അത് ഇതിലും വലിയൊരു ഘടകമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു അതില് ഫീലാണ് കിട്ടിയത്, പ്രത്യേകിച്ചും അതിന്റെ ഒരു എൻഡിങ് ഒക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും ഇത് വായിക്കാൻ തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഒരു ഗ്രിപ്പിംഗ് ഫീൽ ഉണ്ട് ത്രൂ ഔട്ട്. എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു മലയാള പുസ്തകങ്ങളിൽ ഒരിക്കലും നോൺ ഫിക്ഷൻ യാത്രാവിവരണങ്ങളിൽ ഉണ്ടാവാം, പക്ഷെ ഈ ഒരു പശ്ചാത്തലം കഥയിലോ സിനിമയിലോ ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ആ വിധത്തിൽ അതൊരു പുതുമയുള്ള സംഗതിയാണ്. താങ്ക് യു മാം. മറ്റുള്ളൊരു ചോദ്യങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ശരി. ആരും ചോദിക്കുന്നില്ലേ? നമസ്കാരം മാം, കേൾക്കല്ല അല്ലേ? എൻ്റെ പേര് ആ, ലയ എന്നാണ്. ആ, ഞാൻ അടുത്ത അധ്യാപികയാണ്. ആ, അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, മാമിന്റെ എഴുത്തില് ഇപ്പൊ നമ്മൾ പൊതുവെ എഴുതുമ്പോൾ ഭാവന അല്ലെങ്കിൽ ഫാന്റസി ഒക്കെ കൂടുതൽ കയറി വരുന്നേക്കാൾ എഴുത്തിൽ കൂടുതലും വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകളുടെ ദുഃഖങ്ങൾ എഴുതുമ്പോൾ പോലും തലമുറകളിൽ വരുന്ന, അതായത് അതിന്റെ സാമ്യതയിൽ പോലും അതിനകത്തെ വ്യത്യസ്തതകൾ എന്താണെന്ന് കൃത്യമായിട്ട് പ്രതിപാദിക്കുക. അതുപോലെ ഇപ്പോ സ്ത്രീ പുരുഷ പ്രണയം എഴുതുമ്പോൾ പോലും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രണയത്തിന്റെ ഇത്രത്തോളം വേർതിരിവ്, അതിന്റെ അതെങ്ങനെ ഇത്ര നമുക്ക് എന്താ ബ്രെയിൻ കെമിസ്ട്രി വർക്ക് ചെയ്യുന്ന സയന്റിഫിക് രീതിയിൽ പലപ്പോഴും പ്രണയത്തെ പറയണ പോലെയും നമ്മൾ സയൻസ് വെച്ചിട്ട് അതൊന്ന് ചിന്തിച്ചു നോക്കും. ഇപ്പൊ നമ്മൾ ഒരിക്കലും കഥയില് ചോദ്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മളിത് വായിച്ചു കഴിയുമ്പോൾ ഇത് ശരിയാണല്ലോ
എന്ന് നമുക്ക് തോന്നുന്ന, വളരെ സയന്റിഫിക് ആയിട്ട് തോന്നുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പെർപ്പസ്ഫുള്ളി സയന്റിഫിക് അനാലിസിസ് നടത്തുന്നതാണോ, അതോ ജീവിതത്തിൽ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളെ മാം ഇങ്ങനെ വളരെ കൃത്യതയോടുകൂടി അനലൈസ് ചെയ്തിട്ട് എഴുതുന്നതാണോ? എന്താണ് അതിന്റെ ഒരു സീക്രട്ട് എന്ന് പറയാമോ? ഒബ്സർവേഷൻ ആണ് നമ്മുടെ ആദ്യത്തെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യ അസംസ്കൃത വസ്തു എന്നത് നിരീക്ഷണം തന്നെയാണ്. ഒരേ കാര്യം പല ആളുകളിൽ പല കാലത്ത് നിരീക്ഷിക്കുമ്പോൾ ഇതൊരു പൊതു തത്വമാണോ, ഇതൊരു പൊതു സ്വഭാവമാണോ, ഇത് മനുഷ്യന്റെ ഒരു മനുഷ്യരിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു പൊതു ഘടകമാണോ എന്നൊക്കെയുള്ള ഒരു അന്വേഷണം വരും. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ പഠിക്കാറുണ്ട്. ഇപ്പൊ അതെല്ലാം പഠിക്കാനും അതൊക്കെ കണ്ടെത്താനും ഒക്കെ എളുപ്പമായതുകൊണ്ട് പണ്ട് ഈ ഗൂഗിളൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ വിദഗ്ധരോടൊക്കെ ചോദിച്ച് അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. എങ്കിലും ഞാൻ വിചാരിക്കും, ഞാനൊരു കാര്യം എഴുതുന്നതിന് മുമ്പ് അതിന്റെ വിവിധ വശങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഒരു നിർബന്ധം എനിക്ക് തോന്നാറുണ്ട്. ഒരു പക്ഷെ അത് ഈ പത്രപ്രവർത്തന കാലത്തെ അതിന്റെ പരിശീലനം കൊണ്ടായിരിക്കും. പത്രപ്രവർത്തനത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പാഠം തന്നെ നമ്മൾ അറിയാത്ത ഒരു കാര്യം അതിലുണ്ടാവാം. ഏത് വാർത്തയിലും ഏത് അന്വേഷണത്തിലും നമ്മൾ സംസാരിക്കാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയാതിരുന്നതോ ആയ ഒരാളുണ്ടാവാം. നമ്മൾ അറിയാതെ പോയ ഒരു സത്യം ഉണ്ടാകാം, നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു ആംഗിൾ കൂടി ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ പാഠം. സാധാരണ രീതിയിൽ അത് നടപ്പാക്കാൻ സമയപരിമിതി മൂലം സാധ്യമല്ലെങ്കിലും നമ്മളെ എപ്പോഴും ഇത് ഹോണ്ട് ചെയ്യും. അപ്പൊ അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു എന്റെ തലച്ചോറിൽ എവിടെയോ ഇങ്ങനെ അതൊരു ഒബ്സഷൻ ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ഒരു കാര്യം പറയുന്നതിന് മുമ്പ് അതിന്റെ ഈ അറിയാവുന്ന വശങ്ങളൊക്കെ ചരിത്രപരമായും സാമൂഹികമായും ശാസ്ത്രീയമായും ഒക്കെയുള്ള കാരണങ്ങളും അതിന്റെ വശങ്ങളും ഒക്കെ ഒന്ന് അന്വേഷിച്ചറിയാൻ ഏകദേശമെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. താങ്ക് യു മാം. ആ ഒരു സയന്റിഫിക് രീതി കൃത്യമായിട്ട് ഫോളോ ചെയ്യണമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. മീരാകൃഷ്ണ മാമിന്റെ ഇതിനെയാണ് ഒരു സ്ത്രീ എന്ന പുസ്തകം എഴുതുമ്പോ വാസ്തവത്തില് മെഡിക്കൽ ടെസ്റ്റ് അന്ന് പല ഡോക്ടർമാരും പറഞ്ഞു പകുതി MBBS പാസ്സായല്ലോ. കാരണം അങ്ങനെ ഓരോന്നിന്റെയും ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ നമ്മള് സമയം കണ്ടെത്തി അതിന് ശ്രമിച്ചു എന്നുള്ളതാണ്. താങ്ക് യു മാം. എന്നുള്ളത് മാമിന്റെ ഫേസ്ബുക്ക് പേജ് ആണല്ലോ അല്ലേ? ഞാനൊന്ന് ഒരു കാര്യം കൂടി. ഓ ശരി ശരി ആയിക്കോട്ടെ. ഞാൻ ഇപ്പോഴാണ് കയറിയത്. ഞാൻ ആ ഗ്രൂപ്പില് ഞങ്ങൾക്ക് ഇന്ന് ഒരു ഓൺലൈൻ ക്ലസ്റ്റർ ആയിരുന്നു ടീച്ചേഴ്സിന്. അപ്പോഴാണ് അത് കഴിഞ്ഞത്. അപ്പോഴാണ് കയറിയത്. മാഡത്തിന്റെ സംസാരം കേൾക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. മാഡത്തിന് എനിക്ക് ഈ സൂം മീറ്റിംഗിൽ സംസാരിക്കാൻ വലിയ പ്രയാസമാണ് സത്യത്തില്. ഞാൻ ഓൺലൈൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നാമത് എപ്പോഴും വൈകുന്നേരം ആയിരിക്കും, ഒരു ടൈം കഴിഞ്ഞിട്ടായിരിക്കും. ഇന്നാണെങ്കിൽ ഞാനിപ്പോ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തല പെരുത്തിരിക്കുന്ന ഒരു സമയം കൂടെ ആയതുകൊണ്ടുള്ള ഒരു സംഗതിയുണ്ട്. പക്ഷെ ഡോക്ടർ തീരെ എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ട് രക്ഷ ഉണ്ടായില്ല. വളരെ സന്തോഷം മാഡത്തിന്റെ ഒരു കേൾക്കാൻ പറ്റിയതില്. ഖബർ എന്നൊക്കെ പറയുന്ന ആ നോവല് നമ്മളെ അങ്ങ് വിസ്മയിപ്പിക്കുന്ന ഒരു രീതിയിലാണ്. എന്തുമാത്രം സാമൂഹിക പ്രസക്തിയുള്ള വിഷയമാണ് മാഡം. ഞാൻ ഒരു ടീച്ചർ ആയതുകൊണ്ട് അറിയാതെ ടീച്ചർ എന്ന് വിളിക്കാറ്. മാഡം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചത്. ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, അത് ഒരു അസാമാന്യ ധൈര്യം നമുക്ക് ഉണ്ടാവണം ആ ഒരു രീതിയിലുള്ള ഒരു വിഷയമൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു വളരെ ശക്തമായ രീതിയിൽ കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ആളെന്നുള്ള നിലയിൽ
മാഡത്തിൻ്റെയൊക്കെ ഭയങ്കര ആരാധകരാണ് ഞങ്ങൾ എന്ന് അറിയിക്കുന്നതിൽ വലിയ സന്തോഷം. അയ്യോ, ആരാധകരാകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആരാധിക്കാൻ മാത്രം കൊള്ളാവുന്ന ഒരാളൊന്നും അല്ല ഞാൻ. കാരണം എന്റെ മൂഡ് സ്വിങ്സും എന്റെ ചില സമയത്തെ ഡിപ്രഷനും എന്റെ ചില സമയത്തെ ഭയങ്കരമായ എന്താണ് ടെമ്പറമെന്റും ഒന്നും ആരാധിക്കാൻ കൊള്ളുന്നതല്ല. പക്ഷേ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് ഞാനെന്നാ എന്റെ വിശ്വാസം. അതുകൊണ്ട് സ്നേഹിച്ചാലും മതി. തീർച്ചയായും. പക്ഷെ മാഡത്തിന്റെ എഴുത്തുകളാണല്ലോ ഞങ്ങളോട് സംസാരിക്കുന്നത്. പേഴ്സണലി മാഡം എങ്ങനെയാണ് എന്നുള്ളത് എഴുത്തുകളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അത് ശരിക്കും അത് രണ്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ എന്റെ കാര്യത്തിൽ ഒന്നായിട്ട് നിൽക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിശ്വസിക്കാത്ത ഒന്നും ഞാൻ എഴുതാറില്ല. ഞാൻ അതിലുള്ള ഞാൻ തന്നെയാണ് ശരിക്കുള്ള ഞാൻ. എനിക്ക് എന്താണ്, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെയും ആകാം എന്നൊക്കെയുള്ള ഒരു ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു ത്വരയിൽ നിന്നാണ് എഴുത്തുണ്ടാവുന്നതെന്ന് തോന്നുന്നു. ഒരുപാട് എഴുത്തുകാർ അങ്ങനെ അല്ല. അവര് രണ്ട് തരം വ്യക്തിത്വങ്ങളാകുന്ന ഒരു കണ്ടിട്ടുണ്ട്, ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ എന്റെ തന്നെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ അത്രയ്ക്ക് വ്യത്യസ്തയല്ല. ഞാൻ എഴുതുന്നതിൽ നിന്ന് തീരെ വിട്ടുപോകാറില്ല. അങ്ങനെ വിട്ടു നിൽക്കാൻ എളുപ്പമാണ്. സത്യത്തിൽ നമ്മൾ വേറൊരാളായിട്ട് നടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഞാൻ എഴുതാൻ തുടങ്ങിയ കാലം മുതൽ അതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എന്താണോ അതാണ് ഞാൻ. അത് അങ്ങനെ തന്നെ ഞാൻ അത് ലോകത്തിന് മുമ്പിൽ വെക്കുന്നു. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തിരസ്കരിക്കേണ്ടവർക്ക് അതും ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് വ്യക്തി ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ മാഡം, സന്തോഷം എന്തായാലും. താങ്ക് യു. നമസ്കാരം മാം, ഞാൻ കൃഷ്ണകുമാർ, ഇവിടുത്തെ മലയാള അധ്യാപകനാണ്. ഞങ്ങൾ ഈ വ്യാഴാഴ്ച വായനാഴ്ച എന്ന പേരിൽ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷമായി. എല്ലാ വ്യാഴാഴ്ചയും ഓരോ പുസ്തകം ഇങ്ങനെ രാത്രി 8 മണി 7 മണി ആയിട്ട് നിരൂപണം ചെയ്യും. കുട്ടികളോ അധ്യാപകരോ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളോ ഇങ്ങനെ. അപ്പൊ ഇത്തവണ ഇത് വലിയൊരു എന്താ പറയുക, ഒരു ആകാംക്ഷയായിരുന്നു. കാരണം നമ്മൾ എവിടെ അന്വേഷിക്കുമ്പോഴും മീര മാമിനെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടില്ല. ലൈവായിട്ടുള്ള ഓഫ്ലൈൻ മോഡിലെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പലരും. ഇതിപ്പോ സ്വപ്നാണോ യാഥാർത്ഥ്യമാണോ എന്ന് സംശയിക്കുകയാണ്. അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ ഇരുന്ന് വേണമല്ലോ സംസാരിക്കാൻ. അതെ അപ്പോ ശീലിച്ച ഒരു ഓഫ്ലൈൻ മോഡിലുള്ള മീറ്റിങ്ങുകളിലുള്ള അത്ര ഏകാഗ്രത എനിക്കിതിൽ കിട്ടാറില്ല. ഇത്രയും വിപരീതമായിട്ടുള്ള ആശുപത്രി അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നമ്മളോട് കുട്ടികളോട് വിനിമയം തിരിച്ച് വീട്ടിലെത്തി തിരിച്ച് വന്നതാണ്. ഈ നല്ലരിക്ക പോലുള്ള ഒരു ഇതില്. എന്തായാലും സന്തോഷം. ഇതിലൊത്തിരി കുട്ടികൾ പുതിയ എഴുത്തുകാരുണ്ട്, ഇപ്പൊ നമ്മളോടൊപ്പം ഇതിലുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഘാതകൻ അല്ലെങ്കിൽ ആരാച്ചാര്, അതൊക്കെ 500ഉം 600ഉം പേജുള്ള ഒരു പുസ്തകങ്ങൾ, ഒരു വലിയ ഒരു ക്യാൻവാസ്. ഇതാണെങ്കിൽ വലിപ്പക്കുറവ് ആണെങ്കിലും അകം അത്രയും വിസ്തൃതമാണ്. ഇങ്ങനെ ഒരു പകർച്ച, ഒരു ഫ്ലെക്സിബിലിറ്റി എങ്ങനെ സാധിക്കുന്നു? എഴുത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ഒരു കവിശിക്ഷ പോലെ എന്തെങ്കിലും ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, ഹിൻസ് അങ്ങനെ എന്തെങ്കിലും തരാൻ പറ്റുമോ? ഒട്ടും ഉപദേശിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഒട്ടും ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തതോ ആയ ഒരു കാര്യമാണ് ഈ കഥയെഴുത്ത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് അവരവരുടെ നമ്മളൊരു ഒരു കുട്ടിയെ പ്രസവിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാകുന്നത് പോലെയാണ്. ഈ കുട്ടി ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. മറ്റൊരാളുടെ കുട്ടി ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലാത്തതിൽ നമുക്ക് വിമർശിക്കാമെന്നല്ലാതെ നമ്മുടെ കുട്ടിയെ എല്ലാവരും കൈയടിച്ച്
സ്വീകരിക്കുന്നത് പോലെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ എങ്ങനെയാണ് ഒരു ഉപദേശം കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അവരവരോട് സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ് എഴുത്തിന്റെ ഒരു പ്രാഥമികമായ ആവശ്യകത, അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടകമെന്ന് എനിക്ക് തോന്നുന്നു. അവരവരോടുള്ള സത്യസന്ധതയാണ് എഴുത്തിൽ പ്രതിഫലിക്കുന്നതും അങ്ങനെ പ്രതിഫലിക്കുമ്പോൾ മാത്രമേ ആ എഴുത്ത് അതിന് എഴുതുന്ന ആളിനും വായിക്കുന്ന ആളിനും ഒരുപോലെ അതിന്റെ ധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സത്യസന്ധത എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇതിന്റെ പ്രഥമമായ ഒരു സ്വഭാവവും ലക്ഷണവുമല്ല. രണ്ടാമത്തെ കാര്യം, വലിയ പുസ്തകങ്ങൾ എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. കാരണം ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ, ഡിബേറ്റുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വേറെ സ്കൂളിൽ നിന്നുള്ള ആൺകുട്ടികളൊക്കെ വന്നിട്ട് നമ്മളെ സ്ത്രീകളും പുരുഷനും തുല്യരാണോ എന്നൊക്കെയുള്ള ഡിബേറ്റുകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്ന ഒരു ഇത്, നിങ്ങൾ ആരെങ്കിലും ഇതിഹാസം എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ചില ആൺകുട്ടികൾ ചോദിച്ചു കേട്ടിട്ടുണ്ട്. അന്ന് നമുക്കതിന്റെ ഉത്തരം എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ഇതിഹാസം എഴുതാൻ കഴിയാതെ പോയത്, എന്റെ വിശ്വാസം ആരെങ്കിലും ഒക്കെ സ്ത്രീകൾ എഴുതിയിട്ടുണ്ടാവും, പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത് കേട്ടെഴുതിയ ആരെങ്കിലും ആയിരിക്കും, ഏതെങ്കിലും പുരുഷനായിരിക്കും അത് സ്വന്തമാക്കിയതെന്നാണ്. കാരണം അത്രയും കഥകൾ കൊണ്ടു നടക്കാൻ സ്ത്രീകൾക്കേ പറ്റും. ഈ കഥകളുടെ ഒരു വലിയ ഒരു ശൃംഖല, ഒരു മാല പോലെ പൊരുത്ത തലമുറകളുടെ കഥകൾ കൊണ്ടു നടക്കുന്നവരായി ഞാൻ കണ്ടിട്ടുള്ളവരെല്ലാം സ്ത്രീകളാണ്. എനിക്ക് തോന്നുന്നത് പണ്ടുള്ള ഇതിഹാസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ എഴുതിയതായിരിക്കാം, അല്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും എനിക്കും വലിയൊരു പുസ്തകം എഴുതണം. അന്ന് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എന്തായാലും എഴുത്തുകാരിയാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ കൂടുതൽ വായിക്കാൻ തുടങ്ങിയ സമയത്താണ് എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ തോന്നുന്നതും ഞാൻ കഥ എഴുത്തുകാരി ആവണ്ട, പകരം പത്രപ്രവർത്തകയാകാം എന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ വീണ്ടും എഴുതി തുടങ്ങുന്ന സമയത്ത് ഇതെന്റെ മനസ്സിലൊരു ഒരു വാശിയായിട്ടുണ്ടായിരുന്നു. വലിയ പുസ്തകങ്ങൾ എഴുതണം, വലിയ പുസ്തകങ്ങളും എഴുതാൻ സാധിക്കുമെന്ന് ലോകത്തിനൊന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് അത്ര വലിയ പുസ്തകങ്ങൾ എഴുതാനുള്ള ഒരു സ്കോപ്പോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പിന്തുണയോ സമൂഹം നൽകുന്നതേയില്ല. അതിനെ മറികടന്ന് എഴുതിയ ആളുകളെല്ലാം പലതും വേണ്ടാന്ന് വെച്ച ആളുകളാണ്. സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പിന്തുണയും കുടുംബത്തിൻ്റെതായിട്ടുള്ള അംഗീകാരവും ഒക്കെ വേണ്ടെന്ന് വെച്ച് എല്ലാത്തരം കല്ലും മുള്ളും ചാട്ടവാറടിയും ഒക്കെ ഏറ്റുവാങ്ങാൻ തീരുമാനിച്ച് പുറപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ അത്ര വലിയ പുസ്തകങ്ങൾ എഴുതാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം ആലിസ് മൺറോ പറഞ്ഞിട്ടുണ്ട്, ഇത് 2 ആഴ്ചയിൽ കൂടുതൽ മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കഥാതന്തുവിനെ പറ്റി ഞാൻ ആലോചിക്കുമായിരുന്നില്ല. കാരണം കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ടായിരുന്നത് കൊണ്ട്. അത് വളരെ ശരിയാണ്. നമുക്ക് ഒരു ചിന്തയുടെ ഒരു ത്രെഡ് പൊട്ടിപ്പോകാതെ കാലങ്ങളായി തലയിൽ കൊണ്ടു നടക്കാൻ ഉള്ള ഒരു പരിതസ്ഥിതി ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഇന്ത്യക്കാരിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിന് അപവാദങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ അത് എളുപ്പമായിരിക്കാം. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന പശ്ചാത്തലത്തിലും എനിക്ക് കിട്ടിയ ശിക്ഷണത്തിലും അതത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് ഉണ്ടാവണമെന്ന് നിർബന്ധിച്ചു. എനിക്കത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഇനിയും വലിയ പുസ്തകങ്ങൾ എഴുതാൻ എനിക്ക് ഇഷ്ടമാണ്. അതിങ്ങനെ കൊണ്ടു നടന്ന് അതിലിങ്ങനെ ലയിച്ച് കുറേ അതില് ആഹ്ലാദിച്ച് പുതിയ പുതിയ കഥകൾ കൊരുത്തെടുക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. അതൊരു നമുക്കൊരു ചലഞ്ചാണ്, ഒരു ക്രിയേറ്റിവിറ്റിയുടെ. വളരെ നന്ദി മാം. കുറേ വാക്യങ്ങൾ ഇന്ന് കിട്ടി. ഇപ്പൊ ഈ പറഞ്ഞ അത്രയും കഥകൾ കൊണ്ടു നടക്കാൻ സ്ത്രീകൾക്കേ ആകൂ എന്നൊക്കെ പോലെയുള്ള
വളരെ സന്തോഷം. നമ്മുടെ ആർച്ച അല്ല, നമ്മുടെ നിരീക്ഷണത്തിൽ നിന്ന് നോക്കിയാൽ അറിയാം, പഴയ കഥകളെല്ലാം ഉം, ഈ- ഈ ഭാഷയുടെ തലച്ചോറിൽ ഭാഷ പ്രാവീണ്യം നിയന്ത്രിക്കുന്ന ഭാഗം കൂടുതൽ വികാസം പ്രാപിച്ചിട്ടുള്ളത് സ്ത്രീകളിലാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് എല്ലാ സ്ത്രീകളിലും അങ്ങനെയാണ്, എല്ലാ പുരുഷന്മാരിലും ഇങ്ങനെയാണ് എന്നുള്ളതല്ല, പൊതുവെ അങ്ങനെയാണ് എന്നാണ് വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നന്നായി കഥ പറയുന്ന പുരുഷന്മാരുണ്ട് തീർച്ചയായും, പക്ഷേ പൊതുവെ സ്ത്രീകൾക്കാണ് ഈ കഥകളെ പറയാനും അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനും ഉണ്ടായിരുന്ന സാമൂഹികവും ചരിത്രപരവുമായ ഒരു സാഹചര്യം എന്നത് കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കഥകളുടെ കസ്റ്റോഡിയൻസ് എപ്പോഴും സ്ത്രീകൾ തന്നെയാണ്. മാഷ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, മാഷിനോട് കഥ പറഞ്ഞിട്ടുള്ളത് ആരാണ്? മാഷിന് ആദ്യം ഒരു കഥ പറഞ്ഞു തന്നിട്ടുള്ളത് ആരാണ്? നമ്മുടെ മുത്തശ്ശി, അമ്മ, സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീയായിരിക്കും എപ്പോഴും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതൊരു സ്ത്രീയിൽ നിന്ന് കേട്ട കഥകളുടെ ഒരു തിരുത്തി എഴുതലോ അല്ലെങ്കിൽ പുനരാഖ്യാനമോ മാത്രമേ നമുക്ക് എല്ലാവർക്കും, സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ്ജെൻഡർ വ്യക്തികളുമായവർക്കെല്ലാം സാധ്യമാകുകയുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. കൃഷ്ണമാസ്റ്റർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മീര മാഡത്തിനോട്. മീര മാഡം, ഗുഡ് ഈവനിങ്. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഈ എല്ലാവിധ പ്രണയവും എന്ന് പറഞ്ഞിട്ടൊരു എന്തോ അവിടെ ബാക്കി നിൽക്കുന്നത് പോലെ ഒരു തോന്നലുണ്ട്. അപ്പൊ അത് ഈ നോവലിനെ പറ്റി പ്രതിപാദിച്ചപ്പോഴത്തേക്ക് മാഡം അത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു, കാളിദാസിനെയൊക്കെ ഇതിനകത്ത് സംസാരിച്ചുകൊണ്ട്. അതെന്താണ് ഈ എല്ലാവിധ പ്രണയവും, ബാക്കി എന്താണ്? അല്ല, എല്ലാവിധ പ്രണയവും എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിൽ എല്ലാവിധ പ്രണയവും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് എടുത്തിട്ടുള്ളത് അഭിജ്ഞാന ശാകുന്തളത്തിന്റെ തർജിമയിൽ നിന്നാണ്. എന്റെ ചോദ്യം ഇതാണ്. അല്ല, ഞാൻ അതിന്റെ ഉത്തരം ഇതാണ്. അതായത് ശാകുന്തളം നാടകത്തിൽ ശകുന്തള ഗർഭിണിയാണെന്നറിഞ്ഞ താത കണ്വൻ രണ്ട് മുനികുമാരന്മാരോടും പിന്നെ ഒരു താമസിയോടും കൂടി ശകുന്തളയെ ദുഷ്യന്തന്റെ സവിധത്തിലേക്ക് അയക്കുന്നു. പോകുന്ന വഴിക്ക് ഈ ശകുന്തളയ്ക്ക് ദുഷ്യന്തന് നൽകിയ അടയാള മോതിരം നഷ്ടപ്പെടുന്നു. രാജസദസ്സിലെത്തുമ്പോ രാജാവിന് ദുഷ്യന്തനെ ശകുന്തളയെ കണ്ടിട്ട് ഓർമ്മ വരുന്നില്ല. കാരണം നീ ആരെ നനച്ചിരിക്കുന്നുവോ അവൻ നിന്നെ മറന്നു പോകട്ടെ എന്നൊരു ശാപം ഇതിനിടയിൽ ദുർവാസാവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അടയാളം കാണിച്ചാൽ ഓർമ്മ വരും എന്ന ശാപമോക്ഷവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആകെയുള്ളൊരു അടയാളമായിരുന്നു ആ മോതിരം. ആ മോതിരം ഒരു തീർത്ഥത്തിൽ ഇറങ്ങി പിന്നെ മുഖം കഴുകുമ്പോ ഇത് നഷ്ടപ്പെട്ടത് ഒരു മീൻ വിഴുങ്ങി. അങ്ങനെ അത് മോതിരം ഇല്ലാതെ, അടയാളം ഇല്ലാതെയാണ് അവരവിടെ എത്തുന്നത്. അവിടെ ചെല്ലുമ്പോ രാജാവ് പറയുന്നു, ഗർഭലക്ഷണങ്ങളുള്ള ഈ ഒരു സ്ത്രീയെ ഞാൻ എങ്ങനെ സ്വീകരിക്കും, എനിക്ക് ഇവരെ ഓർമ്മ വരുന്നതേ ഇല്ല. മറ്റൊരാളുടെ കുട്ടിയുടെ അമ്മയെ ഞാൻ എങ്ങനെ ഭാര്യയായി സ്വീകരിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് ഈ താപസകുമാരന്മാരിൽ ഒരാള് ശർക്കരവൻ പറയുകയാണ്, ഇതാണ് പറയുന്നത്, ഈ എല്ലാവിധ പ്രണയവും പല വിധത്തിൽ പരീക്ഷിച്ചിട്ട് മാത്രമേ ഒരാളെ പ്രേമിക്കാവൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ചും രഹസ്യമായ ഇത്തരം വീഴ്ചകൾ അങ്ങനെ ചെയ്യാതിരുന്നിട്ട് ബഹുധാ പരീക്ഷിച്ചല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ്, ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേയാള് ഈ പ്രേമമായിട്ട് തുടങ്ങിയ ബന്ധം ശത്രുതയായിട്ട് അവസാനിക്കും. രണ്ടുപേരും വൈരികളായി പിരിയേണ്ടി വരും. അതാണ് എല്ലാവിധ പ്രണയവും ബഹുധാ പരീക്ഷിച്ചല്ലാതെ ചെയ്യരുത്, ഉപാംശി പുനർവിശേഷാൽ വല്ലാത്ത വേഴ്ച ചെയ്ത് പെട്ടെന്ന് പോയി. മനസ്സറിഞ്ഞിട്ടില്ലാത്ത ആളുകളിൽ വൈരം അതായിടുന്നു. അതാണ് അതിന്റെ സംഗതി. അപ്പൊ അത് ഞാനത് ശാകുന്തളം, ദുഷ്യന്തൻ, ശകുന്തള അവരെ മുൻനിർത്തി പിന്നെ ഈ തരത്തിലുള്ള ഈ ബഹുധാ പരീക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ എങ്ങനെയാണ് ഒരു പല വിധത്തിൽ ഒരാളെ പരീക്ഷിക്കുക എന്നുള്ളതിന്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അതിന്റെ ആത്യന്തികമായ അല്ലെങ്കിൽ ഏറ്റവും
ഏറ്റവും അങ്ങേയറ്റത്തെ പരീക്ഷണം എന്ന് വെച്ചാൽ കാലത്തിന്റെ പരീക്ഷണമാണ് ഞാൻ ആലോചിച്ചപ്പോ. അതുകൊണ്ടാണ് ആ പ്രണയത്തില് കാലം ഒരു പ്രധാനപ്പെട്ട അടയാളം ആയിരിക്കുന്നത്. അല്ലെ, മാത്രമല്ല ഇതില് അടയാളം എന്ന് പറയുന്നത് തന്നെ ഇവരെ ബന്ധിപ്പിക്കുന്ന ഈ അറിവിന്റെ അല്ലെങ്കിൽ ഭാവനയുടെ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ആ ഒരു ഈ ശ്ലോകം തന്നെയാണ്. അത് ഈ കാലത്തെ അതിജീവിക്കുന്ന പ്രണയം എന്ന് പറയുമോ, അതോ അനുഭവങ്ങളെ അതിജീവിക്കുന്ന പ്രണയം എന്നാ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, ഇത് പലവിധ പരീക്ഷണങ്ങളാണല്ലോ. ഒരാളെ ഈ പ്രണയമാണോ യഥാർത്ഥത്തിലുള്ള പ്രണയം എന്ന്, ഈ ആളാണോ പ്രേമിക്കാൻ കൊള്ളാവുന്ന ആളെന്നുള്ളത് പല വിധത്തില് പരീക്ഷിക്കുന്നതില് ഒരു പ്രധാന ഘടകം കാലം തന്നെയാണ് എന്നുള്ളതാണ്. ഒരു യാത്രകൾ തന്നെയാണ് എന്നുള്ളതാണ്. ഒരാളിനോട് ഒന്നിച്ച് എത്ര ദൂരം സഞ്ചരിക്കാം എന്നുള്ളതാണ് സത്യത്തിൽ ആ ആളിനോട് നമുക്കുള്ള ബന്ധം എളുപ്പം വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ജീവിതം തന്നെ ഒരു ഒന്നിച്ചുള്ളൊരു യാത്ര കൂടിയാകുമ്പോ അതുകൊണ്ടാണ് ആ യാത്രയുടെ ഒരു ആസ്പെക്ട് അതിൽ വരുന്നത്. പിന്നെ അതിന്റെ ഈ പ്രണയത്തിന്റെ ഒരു ഏറ്റക്കുറച്ചുണ്ടോ. നമ്മളെല്ലാരും വിചാരിക്കും, നമ്മൾ കേട്ട കഥകളിലെല്ലാം രാജകുമാരനും രാജകുമാരിയും കണ്ടുമുട്ടുന്നു, അവർ പ്രേമിക്കുന്നു, ആ പ്രേമം കുറച്ച് വിഘ്നങ്ങൾക്കൊക്കെ ശേഷം അവർ ഒന്നിക്കുന്നു, പിന്നെ എന്നേക്കുമായി അവര് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണല്ലോ. പക്ഷേ സത്യത്തില് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ, ഒരാൾക്കും ഒരുപോലെ മറ്റൊരാളിനെ എല്ലാ കാലത്തും സ്നേഹിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അത് സൈക്കോളജിയിലും ഇതിലുമൊക്കെ പലവിധം തെളിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ അറിയാം. രണ്ടുപേര് തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാവുമ്പോൾ, അതിനിപ്പോ അമ്മയും മകളും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഒന്നിച്ച് ജീവിക്കുമ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ ഈ രണ്ടുപേർക്കും ഉണ്ടാവുകയും രണ്ടുപേരുടെയും ബന്ധം പല വിധത്തിൽ മാറി മറിയുകയും ചെയ്യും. അപ്പൊ വളരെ അന്യനായ ഒരു പുരുഷനും തീർത്തും അന്യനായ ഒരു സ്ത്രീയും ഒന്നിച്ച് നമുക്കിടയിൽ ഒരു എന്തോ പാരസ്പര്യമുണ്ട്, നമുക്ക് സ്നേഹമുണ്ട് എന്ന് വിചാരിച്ച് ആ ആകർഷണത്തിന്റെ പേരിൽ തുടങ്ങുന്ന ഒരു ബന്ധം പിന്നീട് എങ്ങനെയൊക്കെ മാറി മറിയാം. ഒരാൾക്കും ഒരേ തീവ്രതയോടെ ഒരാളെ തന്നെ എത്ര കാലം സ്നേഹിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു സംശയമുണ്ട്. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ ഈ രണ്ടുപേരും ഒരേ തോതിൽ അല്ലെങ്കിൽ ഒരേ തീവ്രതയിൽ സ്വയം പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഒരാൾ വളരെ വേഗത്തിൽ നടക്കുകയും മറ്റേയാൾ വളരെ സാവധാനം നടക്കുകയാണെങ്കിൽ ഒരാൾ പിന്നിട്ട് പോകും. സ്വാഭാവികമായിട്ടും ഒന്നിച്ചുള്ള യാത്ര എന്നുള്ളത് ഒരു സങ്കല്പം മാത്രമാണ്, ആയി മാറും. അപ്പൊ ഈ യാത്രയ്ക്ക് ഒരുപാട് വിവക്ഷകളുണ്ടല്ലോ ഇങ്ങനെ ഓരോന്നും ചിന്തിക്കുമ്പോ. മാത്രമല്ല, ഹിമാലയത്തിന്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു യാത്രയാണ്. മലഞ്ചെരിവിലൂടെ, മലമുകളിലൂടെ, താഴ്വരയിലൂടെ, കൊടും തണുപ്പിലൂടെ, പാറക്കല്ലുകൾ ഇങ്ങനെ ഉരുണ്ടു വീഴുന്ന പിന്നെ മലപാതയിലൂടെ ഉള്ള യാത്രയാണ് ഹിമാലയൻ യാത്ര. ഇങ്ങനെ തന്നെയാണ് രണ്ടുപേർ തമ്മിലുള്ള ബന്ധവും എന്നുള്ളതും സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അത് അതിലൂടെ കൊണ്ടുവരണം എന്ന് തോന്നി. താങ്ക് യു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംശയത്തിന് ആൻസർ പറഞ്ഞതിന് നന്ദി. താങ്ക് യു. നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ചയിലുള്ള ഒരു പ്രത്യേകത ഇതാണ്, നമുക്ക് നേരിട്ട് എഴുത്തുകാരുമായിട്ട് ഇങ്ങനെ സംവദിക്കാൻ സാധിക്കുന്നു. ഇനി ആ പുസ്തകം വായിക്കുമ്പോൾ വേറെ ഒരു അനുഭൂതിയാണ് എന്നുള്ളതാണ്. പുതിയ പ്രൊജക്ട് എന്താണ് വരുന്ന അടുത്ത പുസ്തകം? അത് ഞാൻ കുറെ കാലം എഴുതി തുടങ്ങിയിട്ട്. സത്യത്തിൽ അത് പല കാരണങ്ങളാലും എന്റെ ആരോഗ്യ പ്രശ്നങ്ങളാലൊക്കെ മാറ്റി വെച്ച് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച് ഇരിക്കുകയായിരുന്നു. അത് ഇപ്പൊ ഏതാണ്ട് തീർന്നു. ആ പുസ്തകമാണ് ഇനി വരാനുള്ളത്. കലാച്ചി എന്നാണ് പേര്. അത് ഖസക്സ്ഥാനിലെ ഒരു പശ്ചാത്തലത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. വളരെ സന്തോഷം. പോയിട്ട് സ്ഥലത്തെ കുറിച്ച് അങ്ങനെ എഴുതുന്നതാണോ അതോ എന്താണ്? ഖസാക്കിസ്ഥാൻ പോയിട്ട് സഞ്ചരിച്ചിട്ടാണോ അങ്ങനെ? അത് അല്ല, ചില പുസ്തകങ്ങള് നമ്മള് ഇപ്പോ വൃന്ദാവനിൽ പോകുമ്പോ, മീരാ സാധുവിന്റെ പശ്ചാത്തലം വൃന്ദാവനാണ്.
പക്ഷെ വൃന്ദാവനിൽ പോകുമ്പോൾ പോയത് ഞാൻ മീരാ സാധു എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയല്ല. പക്ഷെ കൽക്കട്ടയിൽ ഞാൻ ആദ്യം പോകുന്നതും പുസ്തകം എഴുതാനല്ല. പക്ഷെ ആരാച്ചാർ എഴുതിയതിനു ശേഷം അതിന്റെ എഴുത്തിന്റെ ആവശ്യത്തിനായിട്ട് ഞാൻ കൽക്കട്ടയിൽ പോയി. അതിന് ശേഷം സത്യത്തിൽ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ടൊരു യാത്ര ചെയ്യുന്നത് ഈ കസഖ്സ്ഥാനിൽ പോയത് ഇതിന് വേണ്ടിയിട്ടാണ്. പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കൊരു യാത്ര നടത്തി, സോളോ ട്രിപ്പ്. ആ കോവിഡ് കഴിഞ്ഞ ഉടനെ കസഖ്സ്ഥാനിൽ പോയിട്ട് വന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എല്ലാവരും ലോകത്ത് വലിയ സാഹിത്യം ഉണ്ടാക്കാൻ വേണ്ടി, സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി സമൂഹം മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കുന്നു. അങ്ങനെയൊന്നുമില്ല. അവരവർക്ക് വേണമെങ്കിൽ അവരവർക്ക് പോകണം, അത്രേ ഉള്ളൂ. എല്ലാവരും സഹായിച്ചിട്ടും എല്ലാവരും സന്തോഷിപ്പിച്ചിട്ടും ഒന്നും നമുക്കൊന്നും നേടാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു വീണ കൈ റേസ് ചെയ്തിട്ടുണ്ട് സർ. വീണ എന്താണ്? ചോദ്യം ഹലോ ചോദിക്കാനാണെങ്കിൽ മാം. വീണ. ഹലോ ഹലോ വീണ. മാം. വീണ. ആ, ഞാൻ ഹായ് മാമിന്റെ വീണ. ഭയങ്കര ആരാധികയാണ്. ഭയങ്കര ആരാധിക മീൻസ് എനിക്ക് വായിക്കുമായിരുന്നു, പക്ഷെ ഒരു ഓഥറിന്റെ പേരൊക്കെ ഓർത്ത് വെച്ച് ഓരോ ബുക്ക് ഓർത്ത് വെക്കുന്ന ഒരേ ഒരു ഓഥർ മാഡം. കാരണം ഞാൻ ആദ്യം വായിക്കുന്നത് സൂര്യനെ അണിഞ്ഞ സ്ത്രീയാണ്. സൂര്യനെ അണിഞ്ഞ സ്ത്രീയൊക്കെ ഞാനൊരു PG ക്ക് പഠിക്കുമ്പോഴാണ് വായിച്ചത്. അന്നേരം എനിക്ക് ഇതെങ്ങനെ ഒരാളിന് ഇങ്ങനെ എഴുതാൻ പറ്റുക, എനിക്ക് അതിനകത്ത് ജെസബലിന്റെ ഓരോ തോട്ട്സും ഒക്കെ എന്റെ തോട്ട്സുമായിട്ട് ഇങ്ങനെ കോറിലേറ്റ് ചെയ്ത് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മീരാസാദ് വായിച്ചത്. മീരാസാദ് വായിച്ചപ്പോഴും എനിക്ക് KR മീര ആരാ എന്ന് എനിക്ക് അത്രയൊന്നും അറിയില്ല. പക്ഷെ ഇത് രണ്ടെണ്ണം വായിച്ചു കഴിഞ്ഞപ്പം എന്തോ ഭയങ്കര തോട്ട് പ്രോസസ്സ് ഭയങ്കര മാച്ചിങ്, ഇങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അന്വേഷിച്ച് എല്ലാം വായിച്ചു തുടങ്ങിയത്. അതേ ജെസബൽ എനിക്ക് രണ്ടാമത് ഞാൻ ഒരേ ഒരു നോവലേ വായിച്ചിട്ടുണ്ടാവുള്ളൂ. രണ്ടാമത് പുസ്തകം വാങ്ങിച്ചു, കാശൊക്കെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കാശ് കിട്ടി, പുസ്തകം കാശ് കൊടുത്ത് വാങ്ങിച്ച് 3 പ്രാവശ്യം വായിച്ചു. അപ്പൊ എനിക്ക് പറഞ്ഞറിയിക്കാൻ, ഞാനിത് ഓടി വന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്ന് ഇതിന് ടൈമിൽ കേറി. ഞാൻ ആദ്യമായിട്ടാ ഒരാളെ ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റിയില്ലാത്തൊരു വിഷമമുണ്ട്. ഞാൻ കരുനാഗപ്പള്ളിക്കാരിയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സംസാരം കേട്ടപ്പം ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചില്ല, ഭയങ്കര വേറൊരു ലെവലിലാണ് സംസാരമൊക്കെ വിചാരിച്ചത്. പക്ഷെ ഭയങ്കര സന്തോഷം. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വായിച്ചു, ഞാൻ ഇത് എല്ലാവിധ പ്രണയവും വായിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഖബർ വായിച്ചത്. ഒരുമിച്ചാ വാങ്ങിച്ചു വെച്ചത്. പക്ഷെ ഖബർ 2 പ്രാവശ്യമായിട്ട് ഞാൻ ഇപ്പൊ റീസെന്റ് വായിച്ചു. അതിനകത്തൊരു സെന്റൻസ് ഭയങ്കര ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു, ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം. എങ്ങനെയാ മാഡം എഴുതാൻ പറ്റുന്നത്? സീരിയസ്ലി ജെസബൽ ഒരുപാട് കാര്യം പറഞ്ഞു, പക്ഷേ ഇത് അതിനേക്കാളൊക്കെ ഈ സൊസൈറ്റിയിൽ ഈ അടുത്തിടെയാണ് ഇതുപോലത്തെ കാര്യങ്ങളൊന്ന് പൊങ്ങി വന്ന് തുടങ്ങിയത്. കാരണം എന്റെയൊക്കെ ജനറേഷനിലുള്ളവർക്കൊക്കെ ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ, ഇപ്പൊ ഖബറിൽ പറയുന്ന പ്രതിപാദ്യമായ വിഷയം ജെസബലിന്റെ ടൈമിൽ പറഞ്ഞില്ല. ജെസബലിന്റെ അമ്മ പലതും പറഞ്ഞുവെങ്കിലും ജെസബലും പലതും പറഞ്ഞുവെങ്കിലും ഇത്രയും പ്ലെയിൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ കണ്ടീഷൻ പറഞ്ഞത് ഈ ഖബറില. എനിക്കിങ്ങനെ മാഡത്തിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെ ഇത്രയും ഞാൻ അഡോർ ചെയ്യുന്ന ഒരാളില്ല. ഞാനൊരു ഒരു എഞ്ചിനീയർ ആണ്. എനിക്ക് സാധാരണ എഞ്ചിനീയേഴ്സിന്റെ ഇടയ്ക്കും അങ്ങനെ ഒരു സയന്റിസ്റ്റിന്റെ ഇടയ്ക്കൊക്കെയാണ് എനിക്ക് ആരാധന വരുന്നത്. ഒരേ ഒരു നോവലിസ്റ്റിനോട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനോട് എനിക്കിങ്ങനെ ആരാധനയുള്ളത് മാഡത്തിനോട് മാത്രമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് വീണ ഉണ്ടായിരുന്നില്ല. അത് ഞാനുണ്ടായിരുന്നു, ഞാൻ കേട്ടു. അതെനിക്ക് ഭയങ്കര ഞാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരി ഇത്രയും പ്ലെയിൻ ആയിട്ട്, ഇത്ര ട്രാൻസ്പെറന്റ് ആയിട്ട്, എനിക്ക് ഇത്ര കുഴപ്പങ്ങൾ ഉണ്ടെന്ന് ഓപ്പൺ ഫോറത്തിൽ എഗ്രി ചെയ്തുകൊണ്ട് അങ്ങനെ തുറന്നു പറയുന്ന ധൈര്യമുള്ള ഒരാളാണ് എന്ന് കേട്ടപ്പോൾ കുറച്ചുകൂടെ ആരാധിക്കുന്നതിൽ ഒരു തെറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം എല്ലാരും ആരാധന ഒരുപാട് കിട്ടുന്ന ആൾക്കാര് ആരാധന പോകാതിരിക്കാനാ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പൊ പ്ലെയിൻ ആയിട്ട് പറഞ്ഞത്, അപ്പൊ എനിക്ക് എല്ലാരേക്കാളും ഉപരി ആ ആരാധന ഡിസേർവ് ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയാ മാഡം ഇങ്ങനെ എഴുതുന്നത്? അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് സത്യത്തിൽ എനിക്ക് അതിനൊരു മറുപടി ഇല്ല. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ചില സമയത്തൊക്കെ ഇപ്പൊ ആരാച്ചാർ എന്ന് പറയുന്ന നോവലൊക്കെ എഴുതുന്ന സമയത്ത് അന്ന് അത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പോലും എനിക്ക് അറിയുമായിരുന്നില്ല. റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ് കോൺഷ്യസ് പ്രോസസ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആരാച്ചാർ എന്ന പുസ്തകം എഴുതുമ്പോഴാണ്. ഇത് അതിനുശേഷം പലതും എനിക്ക് ഓർമ്മയുമില്ല. അതിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
എനിക്ക് ഓർമ്മയില്ല. കാരണം അത് എഴുതി കഴിഞ്ഞതോടെ അത് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ മറന്നുപോയില്ലേ നമ്മള്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടിയാലും അത് അതെ. മറന്നു പോകുന്നത് പോലെ ചില സമയത്ത് ഇത് എഴുതി കഴിഞ്ഞപ്പോ അത് പോയി എന്നുള്ളതാണ്. ശരിക്കും ഇത് എന്റെ ആഗ്രഹം ഞാൻ എഴുതുമ്പോ ആ എഴുതുന്ന പ്രോസസ്സിന്റെ ഒരു വേദനയിലുള്ള ഒരു തരം ഉന്മാദം അനുഭവിക്കലാണ്. അതാണ് അതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള റിവാർഡ്. അപ്പൊ അങ്ങ് എഴുതി പോകും. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. പക്ഷെ വീണ വളരെ സന്തോഷം, വളരെ സന്തോഷത്തിൻ്റെ. കാരണം അതെല്ലാം പറഞ്ഞു വിടും. ഞാൻ പല കഥകളും ഒന്ന് പറയട്ടെ. അല്ല, ഞാൻ പല കഥകളും ആദ്യം എഴുതുന്ന കാലത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അയ്യോ ഇതെന്താ ആരും ശ്രദ്ധിക്കാത്തത്. ഇപ്പൊ ഉദാഹരണത്തിന് യുദാസിന്റെ സുവിശേഷം ഞാൻ വിചാരിച്ചു വേറെ ആരും ഇതിങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. എനിക്ക് മുമ്പുള്ള എഴുത്തുകാരികൾ ആരും ഇങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷെ ആരും എന്താ ഇത് ശ്രദ്ധിക്കാത്തത്, ആർക്കും അത് സ്ട്രൈക്ക് ചെയ്യുന്നില്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ അതൊരു 10 കൊല്ലം 15 കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ട് അത് വളരെ ഭംഗിയായിട്ട് വളരെ എന്നെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് വായിക്കപ്പെടുന്നു എന്നുള്ളതും അത് പല ഭാഷകളിലുള്ള ആളുകൾ വായിക്കുന്നു എന്നുള്ളതും വലിയൊരു സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഈ കാലത്തുള്ള നിങ്ങളുടെ ജനറേഷൻ കണ്ട ജീവിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, ജീവിക്കുന്ന സംഗതികളാണ് ഞാൻ അന്ന് നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചത്, അത് കുറിച്ചിട്ടതെന്നാണ് എനിക്ക് അതിനൊരു കാരണമായിട്ട് പറയാനുള്ളത്. ഇല്ല മാഡം, ഞാൻ ജനറേഷൻ കുറച്ച് പഴയതാ. ഞാൻ 46 ഉള്ള ഒരാളാണ്. ഞാൻ ജസബലിനെയും ജീവിച്ചതാണ്, ഭാവനയും ജീവിച്ചതാണ്. കാരണം എന്റെ ആദ്യത്തെ കല്യാണം ജസബലിനെ പോലെ ആയിരുന്നു, രണ്ടാമത്തെ കല്യാണം ഭാവനയുടേതാണ്. അതുകൊണ്ട് എനിക്കതുകൊണ്ട് നമ്മുടെ കാലത്തെ കുറെ സ്വപ്നങ്ങളുണ്ടല്ലോ, അത് പറയാൻ പറ്റാതെ പോയ നമ്മുടെ ജനറേഷന്റെ കഥകൾ അധികം പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു റിയലൈസേഷനിലാണ് ഞാൻ പിന്നെ എഴുതാൻ തുടങ്ങുന്നത്. കാരണം എല്ലാവരും ഒരേ കഥയുടെ പല മാതൃകകൾ ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുമ്പോ യഥാർത്ഥത്തിൽ ഇപ്പൊ ഘാതകൻ എന്ന് പറയുന്ന കഥ ഞാൻ എടുക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ 1970s ജനിച്ച ആളുകളുടെ ജീവിതം, അവരുടെ ചുറ്റുമുള്ള അവരുടെ രാജ്യം മാറി മറിയുന്നതിനനുസരിച്ച് ഈ സ്ത്രീകളുടെ ജീവിതം എങ്ങനെയൊക്കെ മാറ്റി എഴുതപ്പെട്ടു എന്നുള്ളൊരു അന്വേഷണമായിരുന്നു. അത് ഒരുപാട് ആത്മകഥാപരമാണ്. എല്ലാവർക്കും അത് സംഭവിച്ചിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു സെഗ്മെന്റിലുള്ള ഒരു മിഡിൽ ക്ലാസിന്റെ ഒരു വലിയ ഫിലോസഫി ഉണ്ടല്ലോ, ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് സ്ത്രീകൾക്ക് അനുഭവവേദ്യമായ അവരനുഭവിച്ച കാര്യങ്ങളാണ് അത് അതിലുള്ളത്. അവരുടെ യാത്രകൾ, അവർ കണ്ടുമുട്ടുന്ന പുരുഷന്മാർ, അവരുടെ ബന്ധങ്ങൾ, അവരുടെ പിന്നെ അറിവില്ലായ്മകൾ, അറിവുകൾ, അവരറിയാതെ തന്നെ എങ്ങനെയാണ് ഇന്ന് നാം എത്തിപ്പെട്ടിരിക്കുന്ന ഈ വയലൻസിന്റെ ഒരു വലിയ രാഷ്ട്രീയം അവർക്ക് ചുറ്റും ചുരുൾ നിവർന്നത് എന്നൊക്കെയുള്ള ഒരു കണ്ടെത്തലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജനറേഷന് മാത്രമേ അത് അത്ര കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ളൊരു സംഗതി കണ്ടിട്ട് അതിന്റെ തുടർച്ചയായി അനുഭവിച്ച് വന്നതാണ്. എസ്പെഷ്യലി ഈ മതവർഗീയ വാദവും അതിന്റെ ഈ പിതൃബിംബങ്ങളുടെ പരിണാമവും ഒക്കെ നമ്മളാണ് കൺമുമ്പിൽ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഘാതകന് ശരിക്കും ഭയങ്കരമായിട്ട് വേറൊരു ലെവലിലുള്ള റിസർച്ചില്ലേ മാഡം, ഭയങ്കര റിസർച്ച് ചെയ്താണ് എഴുതുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ അത് ഫുള്ള് ഈ ജസബലിന്റെ കഥയ്ക്കകത്ത് ഒരു ഡോക്ടറുടെ മൊത്തം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതെങ്ങനെ എഴുതുക, ഒരു ജേർണലിസ്റ്റ് എങ്ങനെയാ ഇത്രയും ഇൻഡെപ്തില് മെഡിക്കൽ ടേംസും അതിന്റെ ബ്രെയിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഒരു ന്യൂറോ സർജൻ, ഒരു ന്യൂറോളജിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇത്ര ഡെപ്തിൽ എങ്ങനെ എഴുതുക. മേ ബി അതായിരിക്കും ഡീറ്റെയിലിംഗ് ആയിരിക്കാം കുറച്ചുകൂടെ എനിക്ക് തോന്നിയത്. ഘാതകനിലും റിസർച്ച് വേണ്ടി വന്നു. അപ്പോ അത് കുറെ എക്കണോമിക്സ് പഠിക്കേണ്ടി വന്നു. പിന്നെ ഈ ചരിത്രം ആ കാലത്തെ കുറെ ചരിത്രം, അതായത് നമ്മള് പത്രങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള മാറ്റം,
എഴുതപ്പെട്ട ചരിത്രമല്ല, പുസ്തകങ്ങളിലൂടെയുള്ള ചരിത്രമല്ല, നമ്മുടെ അനുഭവങ്ങൾ വെച്ച് അക്കാലത്തെ നമ്മൾ അനുഭവിച്ച ഒരു ഇത് വീണ്ടെടുക്കുന്ന ഒരു തരം റിസർച്ച്. നമുക്കൊക്കെ ഇതല്ലേ സന്തോഷം. എങ്ങനെ സമയം കിട്ടും ഇത്രയും ചെയ്യാൻ? സമയമല്ല അതിനകത്തെ എന്നെ ഇപ്പൊ അലട്ടുന്ന പ്രശ്നം. അത് എന്റെ ഒരു ആരോഗ്യമാണ്. നമ്മൾ ഓരോ പുസ്തകവും, എസ്പെഷ്യലി ഈ ഫിക്ഷൻ എഴുതുക എന്ന് പറയുന്നത് നോൺ ഫിക്ഷൻ എഴുതുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. എൻ്റെ ഒരു അനുഭവത്തില് നോൺ ഫിക്ഷൻ എഴുതും തോറും നമ്മുടെ ബുദ്ധി കുറച്ചുകൂടെ ക്ലിയർ ആവും, നമുക്ക് കുറച്ചുകൂടെ ആരോഗ്യം കിട്ടും. അത് പാട്ട് പാടുന്നത് പോലെയാണ്, അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നത് പോലെയാണ്. പക്ഷേ ഈ എഴുതുന്നതും അഭിനയിക്കുന്നതും ഒക്കെ ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തോ ഓരോ പുസ്തകവും കഴിയുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ മുഴുകുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ സോൺ ഔട്ട് ആവും, ഏകാഗ്രത നഷ്ടപ്പെടുന്നു. പിന്നെ ഒരു പ്രായത്തിന്റെ ഹോർമോണുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഈ പല വലിയ നടന്മാർക്കും പക്ഷാഘാതവും മറവി രോഗവും ഒക്കെ ബാധിച്ചിരുന്നത് പോലെ പല എഴുത്തുകാർക്കും മറവി രോഗം ബാധിക്കുന്നതിന്റെ പിന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതിലെനിക്കിപ്പോ അത്ഭുതമില്ല. കാരണം അത് അതിൻ്റെതായ ഒരു അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള അത്ര നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. എളുപ്പമല്ല ഫിക്ഷൻ എഴുതുന്നത്. അതങ്ങ് ഭയങ്കരമായി നമ്മുടെ എനർജി ട്രെയിൻ ചെയ്യുന്നതാണ്. പിന്നെ ഓരോ പുസ്തകം കഴിയും തോറും ഞാൻ സന്തോഷിക്കുകയല്ല ശരിക്കും ചെയ്യുന്നത്, ഞാൻ കൂടുതൽ ഡിപ്രസ്ഡ് ആവുകയും ഈ ഹാപ്പി ഹോർമോൺസിന്റെ അളവ് കുറയുകയും ചെയ്യുന്നത്. അത് ഞാൻ ഓരോ സീനിയർ എഴുത്തുകാരെ കാണുമ്പോഴെല്ലാം ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊന്നും ഡിപ്രഷൻ ഇല്ലേ? നിങ്ങൾ എങ്ങനെയാണ് അത് മറികടക്കുന്നത്? അവരത് പക്ഷെ അവസാന കാലത്ത് കാണുമ്പോ കമലാസുരയ്യക്ക് നല്ല ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇത്രയും ഡിപ്രഷനൊക്കെ സഹിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല ആരും. അല്ല, അത് മാഡം ഈ പറയുന്ന എല്ലാവിധ പ്രണയവും ഒഴികെ ബാക്കി എല്ലാം ഒരു മീൻസ് എന്താ പറയുക, ശുഭപര്യവസാനി എന്ന് പറയാത്ത രീതിയിൽ നമ്മളെ ഒരുപാട് ചോദ്യങ്ങളിലേക്ക്, ഒരുപാട് ചിന്തകളിലേക്ക് നയിക്കുന്ന വിധം അവസാനിപ്പിക്കുന്നോണ്ടാണോ? ആ ഒരു എഴുതി കഴിയുമ്പം ഒരു സന്തോഷം ഫീൽ ചെയ്യാത്തതിന്റെ കാര്യം ഞാൻ ചോദിച്ചതാ. അല്ല, എഴുതി കഴിയുമ്പോ സന്തോഷം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എഴുതി കഴിയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. സത്യത്തിൽ എനിക്ക് എല്ലാവിധ പ്രണയം എഴുതുന്നതിനേക്കാൾ സന്തോഷം ഒരുപക്ഷെ ഘാതകൻ എഴുതുമ്പോഴോ, അല്ലെങ്കിൽ അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലെ ഓരോന്നും, ഓരോ വാക്കും, ഓരോ സന്ദർഭവും വളരെ സൂക്ഷ്മമായിട്ട് ചെത്തി മിനുക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ്. അതിന് ധാരാളമായിട്ട് ഈ മസ്തിഷ്ക പ്രക്ഷാളനം ആവശ്യമുണ്ട്. പക്ഷെ അതല്ല അതിന് ഞാൻ പറയുന്നത്. ഈ ഭാവനയിൽ ഒരുപാട് നേരം നമ്മൾ വിഹരിച്ചു കഴിഞ്ഞിട്ട് യഥാർത്ഥ ലോകത്തിലേക്ക് വരുമ്പോ ഭയങ്കരമായ ഒരു നഷ്ടബോധവും ഒരുതരം നിരാശയും ഒക്കെ തോന്നും. നമുക്ക് ആ ലോകത്തിൽ തന്നെ അങ്ങ് തുടരാൻ തോന്നും. അതാണ് എന്റെ പ്രശ്നം. മനസ്സിലായി. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത്രയും ഭയങ്കര വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് മാഡം പറയുന്നത് ഊഹിക്കാനേ പറ്റത്തുള്ളൂ. സാധാരണക്കാരിപ്പോ എല്ലാവരും എഴുത്തിലൂടെ തന്നെ വേണമെന്നില്ല. പക്ഷെ ഇത് ചില കാര്യങ്ങള് ചില സംഗതികളിൽ ഉണ്ടാവാം. വലിയ ട്രോമയിലൊക്കെ കടന്നു പോകുമ്പോ ഇതിപ്പോ നമ്മൾ അനുഭവിക്കുന്നതും വന്നു ചേരുന്നതുമായ ട്രോമ കൂടാതെ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒരു ട്രോമ കൂടിയുണ്ടല്ലോ, ഒരു പോസ്റ്റ് ട്രോമ കൂടിയുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അത് ഓരോ വിധത്തില് ബ്രെയിനിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നതും ആകാം. അത് മാഡം ഒരു ഡിപ്രഷൻ സൈക്കിൾ കഴിയുമ്പോൾ ഭയങ്കര ഒരു ഓരോ ഡിപ്രഷൻ സൈക്കിളിന് ശേഷം ഒരു ഭയങ്കര ഒരു ഉണർവ് വരാറില്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ കുറച്ച് ഡിപ്രഷനിലൂടെ കടന്നു വന്ന ആളാ. എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഡിപ്രഷൻ സൈക്കിളിന് എന്തെന്ന് റിക്കവർ ചെയ്ത് കഴിയുമ്പം ഒന്ന് കുളിച്ച് വന്നതുപോലെ, അല്ലെങ്കിൽ നല്ല ഒരു ഉറക്കം ഉണർന്നു വന്നതുപോലെ എനിക്ക് ഫീലിംഗ് വരാറ്. എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല.
ഡിപ്രഷൻ ഉണ്ടാകുന്നതും ഡിപ്രഷൻ മറികടക്കുന്നതും എഴുതുമ്പോഴാണ്. ഇപ്പൊ എനിക്ക് ഡിപ്രഷൻ മറികടക്കുന്നത് എനിക്കിങ്ങനെ എന്റെ മകളുടെ പ്രായക്കാരായ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പിള്ളേരെയൊക്കെ കാണുമ്പോഴാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷം. അവരോടൊപ്പം ചെലവഴിക്കുന്ന സമയം ഭയങ്കര സന്തോഷം തോന്നും. അതല്ലാതെ മറ്റ് സംഗതികളില് നമ്മൾ ചെയ്ത് തീർക്കാൻ പോലാത്തത്, നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളെ പറ്റി ആലോചിച്ചുള്ള വിഷമവും അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് ഒരു കാരണമില്ലാത്ത ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെയാണ് ചിലപ്പോൾ ഉണ്ടാവാറുള്ളത്. ഇത് ഓരോ പുസ്തകവും എഴുതുന്ന സമയത്ത് ഒരു ഊർജം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തിനാ എഴുതിയതെന്ന് തുടങ്ങി എഴുതിയത് നന്നായോ എന്ന് ഉള്ള സംശയത്തില് വികസിച്ച് അങ്ങനെ പോകും. എന്തായാലും മാഡം എഴുതിയത് വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ അതാണ്. അത് മാഡത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പോലും ഇത് കേൾക്കുമ്പോഴെങ്കിലും മാഡത്തിന് ഒരു സന്തോഷം തോന്നുന്നു. ഒരാള് വായിക്കാൻ കാത്തിരിക്കുന്നു ആലോചിക്കുമ്പോൾ പിന്നെ എഴുതാൻ തോന്നും. അതാണ്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ എന്റെ കയ്യിൽ ഒറ്റ ബുക്ക് പോലും ഞാൻ വാങ്ങിക്കാത്തയില്ല. എല്ലാ ബുക്കും ഉണ്ട് എന്റെ കയ്യിൽ. താങ്ക് യു. കുട്ടികൾക്ക് ആർക്കെങ്കിലും ചോദിക്കാൻ ഇനി ഉണ്ടെങ്കിൽ? ആരുടെയും അനക്കൊന്നും കേൾക്കുന്നില്ല. കുട്ടികൾ ഇത്ര ചോദ്യങ്ങളില്ലാത്തവരാണോ? മാഡത്തിന് വിരോധം ഇല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ഓണാക്കാമോ? ഞങ്ങളെ ഒരു സ്ക്രീനിൽ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഞാൻ തലയിലും മുഖത്തും ഒക്കെ എണ്ണ തേച്ചിട്ട് ഇതായിട്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് കുഴപ്പമില്ല, മനസ്സിലായി. ഓക്കെ. ഈ കുറച്ചു ദിവസം യാത്രകളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് കുറച്ചൊരു പ്രോബ്ലം വന്നപ്പോ അതുകൊണ്ട് ഒരു 5 ദിവസം ഇടയ്ക്ക് ട്രീറ്റ്മെന്റിന് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പറ്റിയതാ. അപ്പൊ ഈ വൈകുന്നേരമാണ് എനിക്ക് സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോ 7 മണിയാവും. മാം, ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോ അതേപോലെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മാം എന്തോ തിരക്കിലാണ്. എന്തൊക്കെയായാലും അത് വലിയൊരു ഭാഗ്യമായി തോന്നുന്നു മാമിന് ഒരു ഫ്രീ ടൈം കിട്ടിയതും ഞങ്ങളോടൊപ്പം ഇങ്ങനെ ചേരാൻ സാധിച്ചതും. ഒരു കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു ഇപ്പോഴത്തെ എഴുതിക്കൊണ്ടിരിക്കുന്നതില്ലേ, ഈ ഒരു സമയത്തിന്റെ ഒരു പ്രശ്നം. സമയം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഈ 8 മണി അല്ലെങ്കിൽ 9 മണി എന്നുള്ള സമയമല്ല. ഈ ഒരു ഘട്ടത്തിന്റെ പ്രശ്നം. ഞാൻ ഈ തലാച്ചി എന്ന് പറയുന്ന നോവലിന്റെ ഒരു അവസാന ഇതിലായതുകൊണ്ടും അതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു അലട്ടലുണ്ടായത് കൊണ്ടുള്ള ഒരു അതിലൊരു ചെറിയ സ്കാറ്റർ ബ്രെയിൻഡ് ആയിട്ടിരിക്കുന്നതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുട്ടികളൊക്കെ പേടിച്ചിരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് ഇങ്ങനെ ചോദിക്കാൻ ഇങ്ങനെ മാം വരുന്ന തന്നെ 5 മിനിറ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. 5 മിനിറ്റ് ഒന്ന് മാം വന്ന് സംസാരിച്ച് ധന്യമാക്കുക എന്നുള്ളതാണ് ഞാൻ കരുതിയത്. പക്ഷെ മാം അതിങ്ങനെ വിപുലമായിട്ട് ഇങ്ങനെ എന്താ പറയാ, വളരെ മനസ്സ് തുറന്ന് സംസാരിച്ച് കാണുമ്പോ അത്രയധികം സന്തോഷം. ഒന്നും പറയാൻ വാക്കുകളില്ല. എനിക്ക് ഇതാണ് പ്രശ്നം. വായനക്കാരാണ്, വായിക്കുന്ന ആളുകളോടെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെക്കാട്ടും കൂടുതൽ സ്നേഹം തോന്നും. അതെന്താന്ന് വെച്ചാല് മറ്റതെന്തായാലും സ്നേഹിക്കാൻ അതൊരു ബ്യൂട്ടിഫുൾ സ്നേഹമാണല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് വേറൊരു തരത്തില് നമ്മുടെ തന്നെ അംശങ്ങളെ കണ്ടുമുട്ടുന്നത് പോലെയാണ്. അപ്പൊ അത് വേറെ ഒരു തരം ഹാപ്പിനെസ്, ഒരു എനർജി തരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. മാം പറഞ്ഞോളൂ. കുട്ടികളിങ്ങനെ മെസ്സേജസ് ഇടുന്നുണ്ട്, മാമിനെ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിൽ ചാറ്റ് ബോക്സിൽ ഒത്തിരി മെസ്സേജ്
എനിക്ക് തോന്നുന്നു സംസാരിക്കാനുള്ള ഭയം കൊണ്ടാണോ, ആരാധന കൂട്ടിയിട്ടുള്ള ഭയം കൊണ്ടാണോ? അയ്യോ ഒരു കാര്യം കൂടി മാം, മീര കൃഷ്ണ എന്നുള്ളത് മാമിന്റെ ഫേസ്ബുക്ക് ഐ ഡി ആണല്ലോ അല്ലെ? മീര കൃഷ്ണയോ? ആ, അല്ല, എന്റെ അല്ല അല്ലേ? KR KR മീരയാണ്. ഓക്കെ. മീരയാണ്. എന്റെ ഒരു പേജും ഉണ്ട് KR മീര എന്നുള്ളത്. പിന്നെ മീര ദിലീപ് എന്ന് ഓക്കെ. പറഞ്ഞിട്ട് നേരത്തെ ഒരു പേജ് ഉണ്ടായിരുന്നു, അതാരോ ഹാക്ക് ചെയ്തു, അതങ്ങനെ നഷ്ടപ്പെട്ടു. ഓ ശരി. അത് ആദ്യകാലത്ത് ഈ ഫേസ്ബുക്ക് ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് ഞാനതിൽ ഇൻവോൾവ് ആകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ടത് വെറും സാക്ഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് മീര ദിലീപ് എന്ന് പറഞ്ഞൊരു ഒരു പ്രൊഫൈല്, ഒരു തുടങ്ങിയത്, അക്കൗണ്ട് തുടങ്ങിയത്. പക്ഷെ പിന്നീട് പേജൊക്കെ വന്ന്, പേജ് എന്റെ 2 വായനക്കാർ തുടങ്ങിയതാണ്. പിന്നെ അവര് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അതിൽ എഴുതേണ്ടി വന്നു. പിന്നെ ഇപ്പൊ അതില് പലതരം സ്വഭാവക്കാരുമായി അങ്ങനെ. പക്ഷെ അത് ഭയങ്കര ഒരു ലോകത്തിന്റെ ഒരു പരിച്ഛേദമാണ് എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. കാവ്യ പോയോ? കാവ്യക്ക് പ്രത്യേക നന്ദി, മോഡറേറ്റർ. താങ്ക് യു മാം. ആർച്ചയ്ക്കും നന്ദി. എനിക്ക് ആദ്യം കുറച്ച് കേൾക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു ഓഡിയോ, അപ്പൊ എനിക്ക് പകുതി തൊട്ടാണ് കേട്ടു തുടങ്ങിയത്. പക്ഷെ ആർച്ച അത് നന്നായി അത് കവർ ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. മാമിന്റെ പ്രസൻസിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട്, ഹീര മാം പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ ഭാഗ്യമായിട്ട് ഇപ്പോഴും പിന്നെ മുറിയുന്നു. വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ് നമ്മളെല്ലാവരും മാമിന് കിട്ടിയതിന്. ആണോ? സന്തോഷം. നിങ്ങള് എല്ലാവരെയും കാണാനും കേൾക്കാനും. ആർച്ചയുടെ അവിടെ നല്ല മഴ പെയ്യണ് മാം, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആർച്ചയുടെ വീട് എവിടെയാണ്? എന്റെ വീട് മൂത്തകുന്നം, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ്. ഇപ്പൊ മഴ നിന്നു, പക്ഷേ റേഞ്ചിൽ എന്താ പ്രശ്നം അറിയില്ല. അത് ശരി. ഞങ്ങളുടെ മനസ്സിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും അടുത്ത്, ഇപ്പൊ തൊട്ടടുത്തിരുന്ന് നമ്മുടെ വീട്ടില് മുറിയിലിരുന്ന് സംസാരിച്ച ഒരു പ്രതീതി ഈ പ്ലാറ്റ്ഫോമിനുണ്ട്. എന്തായാലും വലിയ സന്തോഷം. രീതിയിൽ അത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അത് നല്ലതാണ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, നമ്മളിങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം, അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. സ്റ്റേജും മൈക്കും പിന്നെ മുമ്പിലുള്ള ആളുകളും ഒക്കെ ആവുമ്പോ വേറൊരു തരത്തില് കുറച്ചുകൂടെ ഒരു ഔപചാരികതയോ അല്ലെങ്കിൽ അതിനൊരു ഫോർമാലിറ്റി അതിനകത്ത്, ഫോർമൽ ഒരു സംഗതി വരും. അത് പലപ്പോഴും ഓൺലൈനിൽ കിട്ടാറില്ല. എന്തായാലും ഇത് വളരെ വ്യത്യസ്തമായി മനസ്സിന് ഒരുപാട് നിറവ് തന്നു. പ്രത്യേകിച്ച് തോന്നിയത് ഈ പുതിയ കുട്ടികൾക്ക് ഇങ്ങനെ ഇത്രയും അടുത്ത് സംസാരിക്കാൻ പറ്റിയല്ലോ. പിന്നെ ഇത്രയും കടുത്ത ഒരു ആരാധിക അല്ലെങ്കിൽ വായനക്കാരിയായിട്ടുള്ള വീണയും എഴുത്തുകാരിയും തമ്മിൽ കണക്റ്റഡായി. പുതിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രചോദനമാണ് ഇന്നത്തെ ഒരു സായാഹ്നം. അപ്പൊ അത് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഇന്ന് മോഡറേറ്ററായിട്ട് അല്ലെ നല്ല രീതിയിൽ കാവ്യ സംസാരിച്ചു, ആർച്ച അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. ആ ഒരു ചീറ്റിലും പൊട്ടലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ലവണ്ണം അവതരിപ്പിച്ചു. ഇനി നന്ദി പറയാൻ പോകുന്ന സാനി, അതുപോലെ സ്വാഗതം പറഞ്ഞ ഷഫ്ന, ഇവർക്കൊക്കെ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. സന്തോഷമുണ്ട്. മാം എന്തെങ്കിലും കൂട്ടിച്ചേർത്ത്? ഇല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും കൂട്ടിച്ചേർക്കാനില്ല. 9:30 അപ്പൊ എനിക്കിനി എന്റെ അടുത്ത മരുന്ന് മന്ത്രം ഉറക്കം എന്നതിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഗുഡ് നൈറ്റ്. Thank you, ma'am. Thank you. Good night. Thank you, ma'am. Thank you. Good night. താങ്ക് യു. കാവ്യ. സർ, ഔദ്യോഗികമായിട്ട് നന്ദി പറയാനായിട്ട് BEd 1ാം വർഷ വിദ്യാർത്ഥിയായ സാനിയെ ക്ഷണിക്കുന്നുണ്ട്.
എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച എന്ന ഈ പരിപാടി ഏറ്റവും ഭംഗിയായി സമാപിക്കുന്ന ഈ വേളയിൽ ഇതിനു വേണ്ടി പ്രയത്നിക്കുകയും സഹായ സഹകരണങ്ങൾ നൽകിയ എല്ലാവരെയും ഈ നിമിഷം നമുക്ക് ഓർക്കാം. ആദ്യം തന്നെ ഈ പരിപാടി മനോഹരമായി നടത്തുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത SNM ട്രെയിനിങ് കോളേജ് മൂത്തൂന്നം പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത ടീച്ചർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ആയിരിക്കുകയും തന്റെ എഴുത്തനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും നമ്മളുമായി പങ്കുവയ്ക്കുകയും ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട KR മീര മാമിന് SNM ട്രെയിനിങ് കോളേജിന്റെയും ലിറ്റററി ക്ലബിന്റെയും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് വേണ്ടി എല്ലാവിധ പ്രണയവും എന്ന നോവലിന്റെ നിരൂപണം അതിമനോഹരമായി അവതരിപ്പിച്ച 1ാം വർഷ BEd വിദ്യാർത്ഥിനി ആർച്ച PS-ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. വ്യാഴാഴ്ച വായനാഴ്ച എന്ന ഈ പരിപാടി എല്ലാ ആഴ്ചയും വിജയകരമായി നടത്തുവാൻ എല്ലാവിധ പ്രോത്സാഹനവും സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചർ കോർഡിനേറ്റർ ഡോക്ടർ KS കൃഷ്ണകുമാർ സാറിനും IQAC കോർഡിനേറ്റർ ഡോക്ടർ ഹിയ KS ടീച്ചർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അടുത്തതായി ലിറ്റററി ക്ലബ് ആൻഡ് ലൈബ്രറി റീഡേഴ്സ് ഫോറം പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ സ്റ്റുഡന്റ് കോർഡിനേറ്ററായ അക്ഷയ TS-ന് വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിലേക്ക് നമ്മെ എല്ലാവരെയും സ്വാഗതം ചെയ്ത 1ാം വർഷ BEd വിദ്യാർത്ഥിനിയായ ഷഫ്നയ്ക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ മോഡറേറ്ററായി പ്രവർത്തിച്ച് ഇതിനെ കൃത്യമായി മുന്നോട്ട് നയിച്ച 1ാം വർഷ BEd വിദ്യാർത്ഥിനി കാവ്യ രമേശിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. തിരക്കുകൾ മാറ്റിവെച്ച് വ്യാഴാഴ്ച വായനാഴ്ച എന്ന ഈ പരിപാടിയെ പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.